നമുക്ക് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാനതെല്ലാം ഓക്കെ അല്ലേ? ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ച് ഇതാക്കണോ അതോ അതൊക്കെ അറിയാം. ഇൻസ്റ്റഗ്രാം സംഭവങ്ങളോ? ഇൻസ്റ്റഗ്രാമിൽ ശരിക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ബിസിനസ് പരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതില് പ്രൊഫഷണൽ അക്കൗണ്ട് എന്നുള്ള ഇതായിട്ട് ഉപയോഗിക്കാം. കാരണം ബിസിനസ് രണ്ട് അക്കൗണ്ടുകൾ ഇപ്പൊ നിങ്ങൾ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാവാം, അതിന് പുറമെ ഇപ്പൊ ബിസിനസിന്റെ അക്കൗണ്ട് കൂടി. ഒരു സെക്കൻഡ്. പിന്നെ ഇൻസ്റ്റാഗ്രാമില് അതായത് ബിസിനസ്സിന് വേറെ തന്നെ അക്കൗണ്ട് ഉപയോഗിക്കുകയാണ് നല്ലത്. ജസ്റ്റ് സെക്കൻഡ്. ഇപ്പോ ഇത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ഇതിലിപ്പോ ക്രിയേറ്റ് ചെയ്യേണ്ട സംഭവങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇൻസ്റ്റഗ്രാം എടുത്താൽ തന്നെ നമുക്ക് ആഡ് ന്യൂ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്നുള്ളൊരു സംഭവമാണ്. അതിൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ളത്, അതിൽ ജസ്റ്റ് ഒരു യൂസർ നെയിം കൊടുക്കുക. പിന്നെ ഇപ്പോൾ സപ്പോസ് ഞാൻ ടെക്സ്റ്റ് കൊടുക്കുക, അതിൻ്റെ പാസ്വേഡ് കാര്യങ്ങൾ അപ്പൊ ഏത് യൂസറിന് ഏത് ഇത് വേണം എന്നുള്ളൊരു ജസ്റ്റ് ചോദിക്കും. പിന്നെ അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചൊരു പിന്നെ എന്താ പറയാ, സെക്കൻഡ്. പിന്നെ അതിനൊരു പാസ്വേഡ് കൊടുക്കുക. ജസ്റ്റ് ഇത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു ഇതൊന്നും വരുന്നില്ല. ഈ മെയിൽ ഐ ഡി, ഫോൺ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ. എന്നിട്ട് അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, ഞാനത് ക്രിയേറ്റ് ചെയ്യില്ല, വെറുതെ പിന്നെ ക്രിയേറ്റ് ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് വെച്ചാൽ ഈ ഒരു അക്കൗണ്ടിൽ വരിക. അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ 3 ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ഒരു എഡിറ്റ് പ്രൊഫൈൽ എടുക്കുക. എഡിറ്റ് പ്രൊഫൈൽ എടുത്തിട്ട് ഓപ്ഷൻസ് മാറിയല്ലോ, കഴിഞ്ഞ ആഴ്ച ഈ രൂപത്തിലല്ലേ. പേഴ്സണൽ മാറ്റി.
സ്വിച്ച് അക്കൗണ്ട് ടൈപ്പ്. ഓക്കെ, ഇതില് ഈ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. അതായത് നമ്മൾ സെറ്റിങ്സ് ആൻഡ് പ്രൈവസിയിൽ വരിക, പിന്നെ ബിസിനസ് ടൂൾസ് ആൻഡ് കൺട്രോൾസ്. ഇത് ഇതിപ്പോ കുറെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. മുമ്പ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരുന്നു. ഇതില് സ്വിച്ച് അക്കൗണ്ട് ടൈപ്പ്, എന്നിട്ട് ഇത് ക്രിയേറ്റർ അക്കൗണ്ട് ഉണ്ടാവും, പേഴ്സണൽ അക്കൗണ്ട്, ക്രിയേറ്റർ അക്കൗണ്ട് ഉണ്ടാവും. ഇവിടെ പ്രൊഫഷണൽ അക്കൗണ്ട് കൂടി ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുക. പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ താഴെ ആയിരിക്കും കേട്ടോ പ്രൊഫഷണൽ അക്കൗണ്ട്, ആഡ് പ്രൊഫഷണൽ അക്കൗണ്ട് എന്നുള്ളതായിട്ട് കാണും. ഇത് പുതിയ സോറി എക്സിസ്റ്റിംഗ് ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ഉള്ള കാരണമാണ്. വേറൊരു അക്കൗണ്ട് കാണിച്ചു. ഇതും പ്രൊഫഷണൽ അക്കൗണ്ടാണ്. ഇതും പ്രൊഫഷണൽ അക്കൗണ്ടാണ്. ഓക്കെ, സോറി. നിങ്ങളിവിടെ സ്വിച്ച് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും. പിന്നെ ഈ ഒരു സംഭവത്തിൽ വന്ന കാണാം, എഡിറ്റ് പ്രൊഫൈലിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സോറി, എഡിറ്റ് പ്രൊഫൈലല്ല, സെറ്റിങ്സിൽ നേരത്തെ പറഞ്ഞ പോലെ സെറ്റിങ്സിൽ ഓരോ ബിസിനസ് ആൻഡ് ടൂൾസ്, ഇവിടെ ഇതിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഇത് ഓൾറെഡി പ്രൊഫഷണൽ അക്കൗണ്ട് ആയ കാരണമാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെ മുന്നേ വന്നിരുന്ന 3 ഓപ്ഷൻ ആയിരുന്നു: പേഴ്സണൽ അക്കൗണ്ട്, ക്രിയേറ്റർ അക്കൗണ്ട്, പ്രൊഫഷണൽ അക്കൗണ്ട് എന്നായിട്ട്. അപ്പൊ അതിലേക്ക് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ആഡ് ന്യൂ പ്രൊഫഷണൽ അക്കൗണ്ട് കൊടുത്തു വെക്കുക. ഞാൻ എന്താ വെച്ചാൽ കുറച്ച് മുമ്പ് വരെ ഇവിടെ 3 ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നു: പേഴ്സണൽ അക്കൗണ്ട്, ക്രിയേറ്റർ അക്കൗണ്ട്, പ്രൊഫഷണൽ അക്കൗണ്ട് ആയിട്ട്. ഇപ്പൊ അത് മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫഷണൽ അക്കൗണ്ട്. അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. എന്താ വെച്ചാല് നമുക്ക് ഈ ആളുകളുടെ വിസിറ്റ് കാര്യങ്ങൾ, എത്ര ആള് വിസിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇങ്ങനത്തെ കുറെ ഇൻസൈറ്റുകൾ കിട്ടും. ഇപ്പോൾ എത്ര വ്യൂസ് വരുന്നുണ്ട്, എത്ര ആൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, പുതിയ ഫോളോവേഴ്സ് എത്ര വരുന്നുണ്ട്, എത്ര ആൾ അൺഫോളോ ചെയ്ത് പോകുന്നുണ്ട്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും. ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ വെച്ചാല് ഈ പ്രൊഫഷണൽ അക്കൗണ്ട് ആകുമ്പോഴാണ് കുറച്ചും കൂടി നമ്മുടെ ഈ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അതിൽ ഇതാകുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഈ കോണ്ടാക്ട് സംഭവങ്ങൾ കൊടുക്കാൻ, എഡിറ്റ് പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുവെച്ചാല് ഈ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും പിന്നെ ഫേസ്ബുക്ക് പേജും കൂടി കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെ നമുക്ക് ഈ വാട്സപ്പിന്റെ ബട്ടൺ കാര്യങ്ങൾ ഇത് കൊടുക്കാം. പിന്നെ മെയിൽ ഐ ഡി, അതുപോലെ പിന്നെ ഫോൺ നമ്പർ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അതിവിടെ പ്രൊഫൈലിൽ ഡിസ്പ്ലേ ചെയ്യാനും പറ്റും. ഈ രൂപത്തിൽ ഇവിടെ ഒരു ബട്ടൺ എന്നുള്ള രൂപത്തിലായിട്ട്. ഇതില് ഇപ്പോൾ ഈ കോണ്ടാക്ട് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു സംഭവമായിട്ട്. മറ്റേ പേഴ്സണൽ അക്കൗണ്ടിൽ ആ ഒരു സംഭവം ഉണ്ടാവില്ല. പിന്നെ അതേപോലെ ഇപ്പൊ നമ്മള് ഈ ഒരു പ്രൊഫൈൽ എന്നുള്ള രൂപത്തിൽ. അപ്പോ ആ ഒരു സംഭവമാണ് ഇതിൽ വരുന്നത്. ഈ ഇതിൽ മെയിൻ ആയിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജ് ഇതുകൂടി കണക്ട് ചെയ്യണമെങ്കിൽ പ്രൊഫഷണൽ അക്കൗണ്ട് ആയിരിക്കണം എന്ന് മാത്രം.
പിന്നെ ഇപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പൊ ഇതിൽ കണ്ടന്റ് ചെയ്യുന്നതൊക്കെ വീഡിയോസിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ. ജസ്റ്റ് പോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോ നമുക്ക് ഒന്നില് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇമേജ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതല്ല സ്റ്റോറി ആയിട്ടും നമുക്ക് അത് പോസ്റ്റ് ചെയ്യാം. സ്റ്റോറി ആകുമ്പോൾ നമ്മുടെ ആ ഒരു പ്രൊഫൈൽ ഇമേജിന്റെ ഒപ്പമായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ തരാം. ഞാനിപ്പോ ഇതൊരു സ്റ്റോറി ആയിട്ട് ഇടുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു പ്രൊഫൈൽ പിക്ചറിന്റെ ഒപ്പമായിരിക്കും. ഈ സ്റ്റോറിക്കും നല്ല വ്യൂസ് കാര്യങ്ങൾ കിട്ടുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മുടെ ഫോളോവേഴ്സ് കാണും എന്നുള്ളൊരു ഇതായി. പിന്നെ റീല് അറിയാലോ, റീലിന്റെ സൈസും കാര്യങ്ങളൊക്കെ ഫോണിന്റെ ഈ ഒരു സൈസ് ആയിട്ടുള്ള, അതായത് റീൽ സൈസ്, വെർട്ടിക്കൽ വീഡിയോസ്. അപ്പോ ആ ഒരു രൂപത്തില് റീല് പിന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ പിന്നെ അതില് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ഒരു കവർ പേജ് സംഭവങ്ങൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. അത് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇതില് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ അതിലൊരു ക്യാപ്ഷൻ സംഭവങ്ങൾ കൊടുക്കുക. പക്ഷെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. പിന്നെ ഈ ഹാഷ് ടാഗ് കാര്യങ്ങളൊന്നും അത്ര ഇതില്ല. അത് മുന്നൊക്കെ കൊടുത്തിരുന്നു. ഇപ്പൊ അതിന്റെ ഒരു റെലവൻസ് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു ക്യാപ്ഷൻ നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കുക. ഇപ്പൊ ക്യാപ്ഷൻ കൊടുക്കാൻ ഇതില്ലാണ്ടെങ്കിൽ നമുക്ക് എന്ത് വെച്ചാല് ചാറ്റ് GPT കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും പറ്റുന്നതാണ്. പക്ഷെ അതിന്റെ അത്ര ഇത് വരുന്നില്ല. ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ടാഗ് ചെയ്യുക. ഇപ്പോൾ മറ്റുള്ള ആളുകളെ ടാഗ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ടാഗ് ചെയ്യാം. കൊളാബറേറ്റേഴ്സ് ഇപ്പോൾ സെയിം തന്നെയാണ്. നമ്മള് കൊളാബ് ചെയ്യുന്ന ഒരു ഒരു ഇതായിട്ട് വെച്ചാൽ മറ്റുള്ള ആളുകളെ കൂടി ടാഗ് ചെയ്യുക എന്നെ സംഭവം ഇത് ചെറുതായിട്ട് ഉദ്ദേശിക്കുന്നു. പിന്നെ ലൊക്കേഷൻ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ ഈ ഒരു സംഭവം ഇപ്പോ എല്ലാവർക്കും അല്ലെങ്കിൽ ഉള്ളൊരു വീഡിയോ ആണോ അല്ല ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമാണോ എന്നുള്ളതൊക്കെ. പിന്നെ ഇവിടെ ഒരു ട്രയൽ വീഡിയോ എന്ന് കാണാം. ഈ ഒരു സംഭവം ഈ ട്രയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഇൻസ്റ്റാഗ്രാമിന്റെ ഇപ്പൊ ഒരു കുറച്ചായിട്ട് വന്നൊരു ഫീച്ചറാണ്. ഒരു 4-5-6 മാസമായിട്ട്. അതായത് നമ്മള് ഇപ്പൊ ഈ ഒരു റീലായിട്ട് ഇടുമ്പോ നമുക്ക് അത് ഫോളോവേഴ്സും കാണും, നമ്മളെ ഫോളോ ചെയ്യാത്ത ആളുകൾ കാണും. അപ്പോ ഈ ട്രയൽ എന്നുള്ളൊരു സംഭവം നമ്മൾ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഫോളോവേഴ്സിനൊന്നും അത് കിട്ടൂല. നമ്മളെ ഫോളോ ചെയ്യാത്ത പുതിയ ആളുകളിലേക്ക് അത് എത്തും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം നമ്മളെ ഫോളോ ചെയ്യാത്ത ആളുകൾ കാണുന്നുണ്ട് എന്ന്. അതൊരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അതിലൂടെയും നല്ല വ്യൂസ് വരുന്ന വീഡിയോസ് ഉണ്ട്, കണ്ടന്റ് ഇതിനനുസരിച്ചിട്ട്. ഇപ്പൊ എങ്ങനെയാ വെച്ചാല് ഈ ഒരു ട്രയല് ഈ ഒരു ബട്ടൺ, ഈ ഒരു ടോഗിൾ ബട്ടൺ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സംഭവം ഈ ട്രയൽ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ പ്രൊഫൈലില് പബ്ലിക്കിന് കാണാൻ കഴിയില്ല. നമുക്ക് കാണാൻ പറ്റും, പക്ഷെ പബ്ലിക്കിന് കാണാൻ കഴിയില്ല. പിന്നെ ഈ ഒരു സംഭവം തന്നെ, ഈ ഒരു ട്രയൽ വീഡിയോ തന്നെ ഒരു 72 മണിക്കൂറിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ടു എവരി വൺ എന്നുള്ള രൂപത്തിൽ കൊടുക്കാനും പറ്റും. അപ്പൊ അതിന്റെ ഒരു സംഭവം ഓണാക്കി ഇട്ടാൽ മതി എന്ന് മാത്രം. ഈ ഒരു സംഭവം ഓണാക്കിയിട്ടാണെങ്കിൽ പിന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന, ഈ ഒരു റീൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ
ത്രെഡ്സിലും ഫേസ്ബുക്ക് പേജിലും ഇത് പോണോ എന്നുള്ളത്. അപ്പോൾ അത് പോണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അത് ഇതാവും. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും തമ്മിൽ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. ഞാൻ ആ ഒരു കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഒപ്പം ഇത് സ്റ്റോറിയിൽ അപ്ലോഡ് ആവണോ എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് റീലായിട്ടും പിന്നെ നമ്മുടെ സ്റ്റോറിയിലും വരണോ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ട്രയൽ വീഡിയോ ആയ കാരണം സ്റ്റോറിയിൽ വരില്ല. ട്രയൽ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്റ്റോറി ഓൺ ആയി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോറിയിലും വരും. പിന്നെ ഈ ഈ ഇതില് ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇവിടെ ഈ ഒരു ഷെഡ്യൂൾ ചെയ്യാം. അതായത് നമുക്കിപ്പോ ഇപ്പോ അപ്ലോഡ് ചെയ്യല്ല, കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ അത് ഒരു അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോ നമ്മളിപ്പോ ഒരു 2 3 വീഡിയോ ഒന്നിച്ച് ചെയ്തു. അപ്പോ ഏഹ്, ഒരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തു, ഒരു വീഡിയോ ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ മറക്കും എന്നുള്ള ഇത് കാരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ ഇവിടെ ഷെഡ്യൂൾ ചെയ്തിടാം. അപ്പൊ അതിനാണ് ഈ ഒരു ഷെഡ്യൂൾ എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുള്ളത്. അത് ഓണായി കഴിഞ്ഞാൽ നമുക്ക് ഏത് ദിവസത്തേക്ക് ഏത് സമയത്താണ് അതൊരു സംഭവം പോസ്റ്റ് ആവേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്ത് ഡൺ ആയി കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു വീഡിയോ അപ്ലോഡ് ആയിട്ട് അവിടെ നിൽക്കും. അത് പബ്ലിക്കിന് പോസ്റ്റ് ആയിട്ട് പോകുന്നത്, പബ്ലിഷായി പോകുന്നത് ഈ ഒരു ഡേറ്റിലായിരിക്കും. പിന്നെ ഇവിടെ ഒരു സംഭവം ഇത് ഓൺ ആക്കിയില്ല. അപ്പൊ നിങ്ങൾ ഈ ഇൻസ്റ്റഗ്രാം ഇത് ചെയ്തതിന് ശേഷം, അതായത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അപ്ലോഡ് അറ്റ് ഹയസ്റ്റ് ക്വാളിറ്റി എന്നുള്ളത്, അല്ലാണ്ടെങ്കിൽ റീല് നമ്മൾ വീഡിയോസ് ഒരു ലോ ക്വാളിറ്റി വീഡിയോസ് ആയിരിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കംപ്രസ് ചെയ്തിട്ട് പിന്നെ ക്വാളിറ്റി കുറച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഓട്ടോമാറ്റിക്കലായിട്ട്. പക്ഷെ ഈ ഒരു സംഭവം ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ എല്ലാ സമയത്തും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അത് നല്ല ക്വാളിറ്റിയിലായിരിക്കും ആ ഒരു വീഡിയോ ഉണ്ടാവുക. ഫസ്റ്റ് പലരും ചെയ്തൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഇതിന്റെ ഓഡിയോ ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ആയിട്ട് ഉണ്ടോ, അലോ പീപ്പിൾ ടു ഡൗൺലോഡ് ദിസ് റീൽ, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ, അത് ഇതിന്റെ ഓഡിയോ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് വേറെ ടൂളുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഷെയർ കൗണ്ടും പിന്നെ ലൈക്ക് കൗണ്ടും ഒക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒരു സംഭവം ഓൺ ആയി കൊടുക്കുക. എന്നിട്ട് അത് ബാക്കിലേക്ക് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ടു റീൽസ് എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓൺ അപ്ലോഡ് ആവും. പിന്നെ ഈ ഇതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു മ്യൂസിക് ട്രാക്ക് ആഡ് ആവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതും കൂടി ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ട്, ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു മ്യൂസിക് ട്രാക്ക് കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ അത് ആ ഒരു സംഭവം ആഡ് ആവും. പക്ഷെ അതിന്റെ എന്താ ഇത് മാറ്റണം. അതായത് പിന്നെ എൻ്റെ വോയിസ് അവിടെ വോയിസിനേക്കാൾ കൂടുതൽ ഈ പിന്നെ ഇത് വരും, ഓഡിയോ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു സെക്കൻഡ്, ഇത് ക്ലിപ്പിന്റെ ഓഡിയോ. ഈ വോളിയോ എടുത്തിട്ട് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഓഡിയോ, ഇതിന്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഓഡിയോ, എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് കുറച്ച് കൊടുക്കുക. അപ്പൊ നമുക്ക് പ്ലേ ആവും. എന്താ രണ്ടും കൂടി പ്ലേ ആയിക്കൊണ്ടിരിക്കും.
ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ചെറിയൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഈ ഒരു ഓഡിയോ നമുക്ക് കുറെ ആളുകള് ചെയ്ത ഒരു ഓഡിയോ ആണ്. അതായത് ഈ ഒരു ഓഡിയോ ഉപയോഗിച്ചിട്ട് കുറെ റീൽസുകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് എന്ന് വെച്ചാൽ കുറച്ച് വ്യൂസ് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷെ അത് ആ ഒരു ഓഡിയോന്റെ ഇതുകൂടി നോക്കണം. ഇപ്പൊ നമ്മുടെ ഭാഷ അല്ലാത്ത ഏതെങ്കിലും ഓഡിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ വ്യൂസ് കിട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോ മലയാളം ഓഡിയോ ഒക്കെ പിന്നെയും കുറച്ചൊരു ഇതുണ്ടാവാം. നമുക്കിവിടെ അറിയാൻ പറ്റും ഈ ഒരു സംഭവം എന്ത് ചെയ്യാം. ഓഡിയോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്. ഇപ്പൊ മലയാളം കാര്യങ്ങൾ എന്നൊക്കെ ആയിട്ട്. അപ്പോ സെക്കൻഡ് ഇതില് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓഡിയോ പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു സർവീസ് ഉണ്ട്, പക്ഷെ അതിന്റെ അപ്പോൾ ഈ രൂപത്തിൽ അതിന്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡിങ് എന്നുള്ള വീഡിയോ, അപ്പോൾ ആ ട്രെൻഡിങ്ങിലുള്ള വീഡിയോസ് അത് കാണിച്ചു തരും. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത വീഡിയോസ് എന്നുള്ളൊരു ഇതായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര റീൽ ഈ ഒരു ഓഡിയോ വെച്ചിട്ട് ഇതായിട്ടുണ്ട് എന്നൊക്കെ. ഇപ്പോൾ 2,48,000 റീലുകൾ അങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു സംഭവം കൂടി നമ്മുടെ ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാല് സൗണ്ട് കുറച്ചിട്ട് ചെറിയ രൂപത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എല്ലാ സൗണ്ട് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്, ജസ്റ്റ് നമുക്കൊരു മ്യൂസിക് മാത്രം കൊടുത്തിട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രെൻഡിങ് വീഡിയോസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നല്ല അത്യാവശ്യം വ്യൂസ് കിട്ടും എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് 9 ലക്ഷം റീൽസ് ഒക്കെയാണ് ഈ ഒരു ഓഡിയോ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു ക്ലിപ്പാണ്. 2 ലക്ഷം 49 ലക്ഷം പുഷ്പയില് അപ്പോ ഉപകാരപ്പെടുന്നത് ഒരു സൗണ്ടിൽ അല്ലെ, നമ്മൾ സംസാരിക്കാത്ത രൂപത്തിലുള്ള വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ഓഡിയോസ് ഇട്ടിട്ടും ചെയ്യാന്ന് പറയാം. നല്ലൊരു സർവീസ് ഉണ്ട്, നല്ലൊരു കാര്യമാണത്. പിന്നെ ഇതിൽ എന്തെങ്കിലും ടെക്സ്റ്റ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സപ്പോസ് എഡിറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുകയാണ് നല്ലത്. അതല്ല ഇവിടെ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു രൂപത്തിൽ നമുക്ക് കൊടുക്കാം. മാർക്കറ്റിംഗ് നടക്കുന്നില്ല, ബിസിനസ് വളരുന്നില്ല, നല്ല സെയിലുകൾ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയും കൊടുക്കുക. ഈ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുക, അതിന്റെ സൈസ് മാറ്റാനോ അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും സ്റ്റിക്കറോ കാര്യങ്ങളോ അതൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രൂപത്തിൽ ഒരു ലൊക്കേഷൻ കൊടുത്തു. അപ്പോൾ അതിന്റെ ഒരു സംഭവം അവിടെ വന്നു. ഇത് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ഇതായി കഴിഞ്ഞ് ഇങ്ങനെ ഇപ്പൊ ഞാൻ എൻ്റെ 2 വിരല് ഇതാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ അതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും സംഭവങ്ങളുണ്ട്. പിന്നെ എന്താണ്, നിങ്ങളൊരു ചെറുകിട ഇടത്തരം ഇതില് നമ്മൾ ക്യാപ്ഷൻസ്, ഇപ്പോൾ ഇത് മലയാളം ക്യാപ്ഷൻ ആണ്, പക്ഷെ അത് ശരിക്ക് വർക്ക് ചെയ്യൂല. സംരംഭകനാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ ഓക്കെ. പിന്നെ ഇതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വോളിയം കാര്യങ്ങളും ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ ഒരു സംഭവം. ഇത് നിങ്ങൾക്ക് അതുപോലെ കേട്ടോ, ഞാനിപ്പോ സംസാരിക്കുന്നതിന്റെ
ഒരു ഇംഗ്ലീഷ് കാര്യം വരുന്ന അതിന്റെ സബ് ടൈറ്റിൽ എന്നുള്ള രൂപത്തിൽ ആ ഒരു വീഡിയോയിൽ വരുന്നുണ്ടോ? മാക്സിമം വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോസ് എന്താണോ ഞാൻ പറയുന്ന ഇംഗ്ലീഷ് ഇതിലായിട്ട് വരുന്നുണ്ട്, പക്ഷെ മലയാളമൊന്നും ഇതായിട്ട് വരുന്നില്ല. മലയാളത്തിന്റെ ഇത് പിന്നെ വേറെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോ ആ ഒരു സംഭവമാണ് ഇതിൽ വരുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സിനെ മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്യാം. അതിലൂടെ റീലിന്റെ ഈ ഒരു സംഭവത്തിന്റെ ബേസിക് സംഭവം പറഞ്ഞു എന്ന് മാത്രം. ഇതില് നമുക്ക് വേറെ വരുന്നൊരു കാര്യം, ഇതിലിപ്പോ ഓഡിയോ ഇതിൽ ഇൻബിൽഡ് ആയിട്ടുള്ളത് മാത്രം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുക. നമുക്ക് അഡീഷണൽ വേണമെങ്കിൽ എങ്ങനെ മനസ്സിലായില്ല. അതായത് നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഓഡിയോസ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇടാൻ വേണ്ടി പറ്റുന്നില്ലത് ഈ വീഡിയോസിന്റെ അപ്പുറം. ഒന്ന് നമ്മൾ സംസാരിക്കുന്ന വീഡിയോസ്, പിന്നെ അതല്ലാണ്ട് വേറെ ഓഡിയോസ്. ഇപ്പൊ എന്താ വേറെ മ്യൂസിക് ഇതാണോ ഉദ്ദേശിച്ചത്? അല്ല, അങ്ങനല്ല. എക്സാമ്പിൾ പറയാൻ നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മള് ഈ പ്രൊഡക്റ്റിന്റെ ഒക്കെ പരസ്യങ്ങൾ ചിലപ്പോൾ ഹിന്ദിയിൽ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് വന്നിട്ട് ആ വീഡിയോസിൽ മലയാളം പറയുന്ന ഇതിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ചെയ്യാം, റെക്കോർഡ് ചെയ്തിട്ടാൻ പറ്റും ഓഡിയോസ്. അതായത് ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ള വീഡിയോ ഹിന്ദിയിൽ സംസാരിക്കുന്നതാവും. അതെ, അത് നമുക്ക് മാറ്റിയിട്ട് മലയാളത്തിൽ സംസാരിക്കണമാക്കണം. അതെ, അത് നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യണം. ഇതിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്ങനെ വെച്ചിട്ടാ, ഇപ്പോ ഒരു സെക്കൻഡ് ആദ്യം കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു റീൽ എടുക്കുക. ഇതൊരു റീലാണ്. ഇവിടെ എന്ത് ചോദിച്ചാല് ഈ ഒരു ഇതിപ്പോ മലയാളം ഓഡിയോയാണ്. ഇവിടെ ഈ ഒരു മൈക്കിന്റെ ഒരു ഇതാ കാണുന്നു. മൈക്കിന്റെ ഒരു ഇത് കണ്ടോ? അതെടുക്കുക. അതെടുത്തിട്ട് വോയിസ് ഓവർ എന്നാ പറയാം. അതായത് ഇപ്പൊ നമുക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. അപ്പോ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു സംഭവം അവിടെ റെക്കോർഡ് ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സ്ക്രീനിൽ കാണുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ആ വീഡിയോ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, വീഡിയോന്റെ എൻഡ് എത്തിയുമ്പോൾ അത് നിന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല്, ഇപ്പോ ഇവിടെ കണ്ടോ ഈ ഒരു ഇതില് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ കയ്യിലുള്ളതിനോട് ഒരാൾക്ക് നന്ദി. ഇതില് ഓഡിയോ കേൾക്കുന്നില്ലേ? അല്ലേ? മലയാളത്തിൽ അതുപോലുള്ളത് പഠിച്ചോൻ ഇനിയും കൂടുതൽ കൊടുക്കും എന്നാണ്. അപ്പോ സംസാരിക്കുമ്പോ എന്ത് ചെയ്യും, നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കേണ്ട ആയത്താണ്. ഇപ്പൊ ഞാന് സംസാരിച്ചുകൂടെ വരുന്നുണ്ട്, നേരത്തെ സംസാരിച്ചുകൂടെ വരുന്നുണ്ട്. അപ്പൊ ഇത് ഉദ്ദേശിച്ചാല് ഇവിടെ ഇതാ വരിക. ഈ ഒരു സംഭവത്തില് എന്ത് ചെയ്യാം, ഇതിന്റെ ഈ ഒരു വോളിയം ഇത് കണ്ടോ, ഇത് ഞാനിപ്പോ മ്യൂട്ടാക്കി. ഇവിടെ പ്രസ് ചെയ്ത് മ്യൂട്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്യാം, അപ്പൊ ഇതിലുള്ള ഓഡിയോ, ഈ വീഡിയോയിലുള്ള ഓഡിയോ മൊത്തം മ്യൂട്ടായി. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ ആ സംസാരിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു സംഭവം അവിടെ റെക്കോർഡാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സ്ക്രീനിൽ കാണുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ മതി. ഇപ്പൊ എൻ്റെ ഓഡിയോ മാത്രം, വോയിസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതായി ചെയ്യുക. അതായത് വോയിസ് ഓവർ കൊടുക്കുക എന്നാണ്. അല്ലെങ്കിൽ പിന്നെ എന്താണ്, വോയിസ് ഓവർ എന്ന ഈ ഒരു സംഭവത്തിന് പറയാം. പക്ഷെ ഇതിന്റെ വോയിസ് ഓവറിന്റെ ഒപ്പം എന്താ, നമുക്ക് ആ ഒരു ഇതിലുള്ള മ്യൂസിക് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞാൽ അല്ലാണ്ട് ഇങ്ങനെയും ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു സംഭവം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ചെയ്യാം. നമ്മളിപ്പോ വേറെ വീഡിയോ എഡിറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കാം. ഇപ്പൊ സിസ്റ്റത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം സെയിം മെത്തേഡ് ഇതുപോലെ തന്നെയാണ്. ആ ഒരു ഓൾറെഡി ഉള്ള ഓഡിയോ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ മ്യൂട്ട് ആക്കുക, പിന്നെ നമ്മൾ പുതിയ ഓഡിയോ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. വീഡിയോ എഡിറ്റിംഗ് ആപ്പ് നല്ലത് അധികം അറിയോ? എങ്ങനെ വീഡിയോ എഡിറ്റിംഗ് ആപ്പ്? ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെറുതായിട്ട് കുറച്ച് സംഭവം കാണിച്ചു തരാം.
നിങ്ങൾക്ക് ഇതിൽ ചെയ്യണമെങ്കിൽ ആ ഒരു സംഭവം നല്ലതാണ്. അപ്പോ ഇപ്പോ ഈ ഒരു കാണിച്ചത് ഇത് വളരെ വളരെ ബേസിക് സംഭവമാണ്. പക്ഷെ നമ്മൾ ആപ്പിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. കാരണം നമുക്ക് ഇപ്പോൾ വീഡിയോ കട്ട് ചെയ്യാനും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാനൊക്കെ ഉള്ള സംഭവം. അപ്പൊ ഇത് ഇത്ര ഇതായിട്ടുള്ളൂ. സോറി. ഈ ഒരു എഡിറ്റ് പ്രൊഫൈലില് എഡിറ്റ് പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പേജ് എന്നുള്ളിടത്ത് നമുക്ക് ഞാനിപ്പോൾ ഓൾറെഡി ഒരു പേജ് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതിൽ കാണാത്തത്. അല്ലാണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ചേഞ്ച് ഓർ ക്രിയേറ്റ് പേജ് എന്നുള്ളൊരു സംഭവം കാണും. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഒരു ലോഗിൻ ചെയ്ത് നമ്മൾ ആ പ്രൊഫൈലിലുള്ള പേജ് കാണിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണക്ട് ആവും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഫേസ്ബുക്ക് പേജ് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ അതിൽ വരിക, അതിൽ വന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം, ഈ സോറി ഇതില് ഇവിടെ ഈ സ്വിച്ച് ചെയ്യണം, ഈ അക്കൗണ്ട് ഇതാക്കി സ്വിച്ച് ചെയ്യണം. അതായത് അക്കൗണ്ട് സ്വിച്ച് ചെയ്യുമ്പോൾ പേജിന്റെ ആ ഒരു ഇതിലേക്ക് സ്വിച്ച് ചെയ്യാം, അല്ലാതെ കാണില്ല. അപ്പോൾ അതിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണ് കണക്ഷൻസോ എന്നിട്ട് ഒരു സെക്കൻഡ് സെറ്റിങ്സിൽ സെറ്റ് ലിങ്ക്ഡ് അക്കൗണ്ട്സ് കാണിക്കും. ഇവിടെ ഇൻസ്റ്റഗ്രാം ഉണ്ടാവും, വാട്സപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം സെലക്ട് ചെയ്യാം. ഇവിടെ കണക്ട് അക്കൗണ്ട് അങ്ങനെ ഒരു ഇതായിട്ടാണ് വരും. അപ്പോൾ അവിടെ ഇൻസ്റ്റഗ്രാമിന്റെ പിന്നെ കണക്ട് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇൻസ്റ്റഗ്രാമിലേക്ക് പോകും. ഇൻസ്റ്റഗ്രാമിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യാൻ ചോദിക്കും. അപ്പം അതിൽ ലോഗിൻ ചെയ്യാം. എന്നതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് എന്നുള്ളൊരു ബട്ടൺ ഇതായിട്ട് വരും. അപ്പോൾ അത് കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് കണക്ട് ആവും. പിന്നെ ഈ ഒരു സംഭവം അലോ ആക്സസ് ടു ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഇൻബോക്സ് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മെസ്സേജ് വരുമ്പോൾ നമുക്ക് ഇവിടെയും അത് ആക്സസ് ആവും എന്നുള്ളത്. അതുപോലെ തന്നെ പേജിലും ഇതുപോലെ വാട്സപ്പിന്റെ ബട്ടൺ അല്ലെങ്കിൽ വാട്സപ്പിന്റെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി കണക്റ്റഡ് ആണ്. അതാണ് ഞാൻ വീണ്ടും ഇതാവാത്തത്. കണക്ട് അനദർ നമ്പർ എന്നാണ് ഇവിടെ ഉള്ളത്. 50 നമ്പർ വരെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ നിങ്ങളെ ഒരു നമ്പർ ഇപ്പോൾ ഇതുപോലെ കണക്ട് ചെയ്ത നമ്പർ എന്നുള്ള പോലെ ഈ വിൻഡോ തന്നെ വരിക. അപ്പോൾ നമ്പർ കൊടുക്കുക. ഇനിയിപ്പോൾ അത് നിങ്ങളെ പ്രൈമറി നമ്പറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻഡ് കോഡ് എന്ന് കാണും. സെൻഡ് കോഡ് എന്ന് കാണുമ്പോൾ നമ്മളെ വാട്സപ്പിലേക്കൊരു പിന്നെ OTP ഇതായിട്ട് വരും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ എല്ലാ നമ്പറും ഓരോ പേജിലും കണക്റ്റഡ് ആണ്. അപ്പോൾ അത് അപ്രൂവ് ആയി ഇവിടെ ഇതുപോലെ കണക്റ്റഡ് ആയിട്ട് വരും. എന്നിട്ട് ഈ ഒരു വാട്സപ്പ് ബട്ടൺ നമുക്ക് പേജിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ ടോഗിൾ ഈ ഒരു ബട്ടൺ ആക്റ്റീവ് ആക്കി കൊടുക്കുക. അപ്പൊ നമ്മളെ പേജിന്റെ ഇതിൽ എന്ത് ചെയ്യും, വാട്സപ്പ് ബട്ടൺ ആയിട്ട് വരും. എങ്ങനെ വെച്ചാൽ ഇവിടെ ഈ ഒരു രൂപത്തിൽ വാട്സപ്പ് എന്നുള്ളൊരു ബട്ടൺ ആയിട്ട് വരും. ഞാനത് കൊടുത്തിട്ടില്ല. ഈ രൂപത്തിലായിരിക്കും.
ഷോ നമ്പർ ഓഫ് കുറച്ച് സമയം എടുക്കും തോന്നുന്നുണ്ട്. ഓക്കെ, അത്ര ഇതായിട്ടുള്ളൂ ഇതിൽ വരുന്നത്. പിന്നെ പേജിന്റെ ആക്സസ് ഇപ്പോൾ നിങ്ങൾക്ക് കുറെ ആളുകൾക്ക് ഈ ഒരു ഇതിന്റെ പേജിന്റെ ആക്സസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ ഒരു ഒന്നിലധികം ആളുകൾ ആ ഒരു പേജ് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇപ്പോൾ ആഡ് ന്യൂ എന്ന് കൊടുത്തിട്ടുള്ള ഒരു സംഭവം അപ്പൊ അവരുടെ മെയിൽ ഐ ഡി കൊടുക്കുക, അല്ലെങ്കിൽ യൂസർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും. ഞാനിപ്പോ ഓൾറെഡി ഇതിൽ ആഡഡ് ആണ്, അതാണ് കാണിക്കാത്തത്. ഈ ഒരു അക്കൗണ്ടിൽ ഫേസ്ബുക്ക് ഈ ഒരു മെയിൽ ഐ ഡിയിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാതെ. അപ്പൊ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മെയിൽ ഐ ഡി കൊടുത്ത് ഇതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആളുടെ പ്രൊഫൈൽ ഇവിടെ കാണിക്കും. ഇതുപോലെ ഇപ്പൊ ആരെ സെലക്ട് ചെയ്യാം, ഗീവ് ആക്സസ് അലോ ഫുൾ കൺട്രോൾ എന്ന് കൊടുത്തിട്ട് ഗീവ് ആക്സസ് കൊടുക്കുക. അപ്പോൾ ഇത് അവര് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടി ഒരു പേജിന്റെ കൺട്രോൾ കിട്ടും. അപ്പൊ മൾട്ടിപ്പിൾ ആളുകൾക്ക് ഇപ്പൊ പോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പർപ്പസിനൊക്കെ ആയിട്ട്. പിന്നെ വരുന്നത് ഇതില് നിങ്ങൾക്ക് പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ഈ സെറ്റിങ്സ് ഫസ്റ്റ് ചെയ്യുക എന്നാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിങ്ക്ഡ് അക്കൗണ്ട്സ് പറഞ്ഞു. ഓക്കെ. പിന്നെ അതുപോലെ ഈ ഒരു ഫേസ്ബുക്ക് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ഇത് പറഞ്ഞുതരാം. facebook.com/id. അപ്പോ ഈ ഒരു ഐ ഡി എന്ന് ഉള്ളൊരു പിന്നെ facebook.com/id ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യുന്ന പോലെ ഇതാക്കി വരും. ഓക്കെ, അപ്പോൾ അത് ലോഗിൻ ചെയ്യാം. ഞാനിത് വേറെ അക്കൗണ്ട് ആയിട്ടാണ് വരുന്നത്. ഈ അക്കൗണ്ട് മാറ്റിയിടാം. ഓക്കെ, എന്നാലും ലോഗിൻ ചെയ്യണം. അപ്പൊ ലോഗിൻ ചെയ്യാം. എന്നിട്ട് നമ്മളൊരു ഐ ഡി അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ആഡ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുക കാരണം നമുക്ക് ഈ ഇവിടുന്ന് അങ്ങോട്ട് ഈ ഫേസ്ബുക്ക് ഈ ഒരു പ്രൊഫൈലിൽ അധികം പ്രശ്നം വരാൻ പാടില്ല. പിന്നെ അതുപോലെ കൂടുതൽ ഈ കമ്മ്യൂണിറ്റി വയലേഷൻസ്, ഇപ്പൊ നമ്മൾ മറ്റുള്ള ആളുകളുടെ ഇതിൽ പോയിട്ട് തോന്നിയ പോലെ കമന്റ് ഇടുക അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ആഡ് ചെയ്യുമ്പോഴും എന്താണ് നമുക്ക് കുറെ കീവേഡ്സ് ഒക്കെ ഉണ്ടായി പറഞ്ഞുതരാം. മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോ ഹാം ചെയ്യുന്ന രൂപത്തിലൊക്കെ ഉള്ള കണ്ടന്റുകൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ്.
അപ്പോൾ ഈ ഒരു ID ഇട്ടത് കാരണം വെച്ചാൽ നമ്മളൊരു ഒറിജിനൽ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് എന്ന് മറ്റൊക്കെ മനസ്സിലാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ സിമ്പിൾ ആയിട്ട് കുറച്ച് പെട്ടെന്ന് കാര്യം ഇതായി കിട്ടും. കാരണം ഒരു ഫേക്ക് പ്രൊഫൈൽ അല്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട്. ഇതൊരു ബേസിക് കാര്യമാണ്. അപ്പോ ഈ ഇൻസ്റ്റഗ്രാമിന്റെയും പിന്നെ ഇതിന്റെയും സെറ്റിങ്സ് വരുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. സിസ്റ്റത്തിലും ഈ ഒരു സംഭവം തന്നെയാണ് ഇത്രയും വരുന്നുള്ളൂ. പിന്നെ പ്രൊഫൈല് ഈ പ്രൊഫഷണൽ അക്കൗണ്ട് ആണ് മെയിൻ ആയിട്ട് ഇതുണ്ട്. എന്നാലേ നമുക്ക് ഫോൺ നമ്പർ, വാട്സപ്പ് ഇങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഈ ഒരു പ്രൊഫൈലിൽ ഇതായിട്ട് വരുള്ളൂ. ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും മൂന്നും കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മൂന്നും കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഞാനൊരു അക്കൗണ്ട് കാണിച്ചു തരാം. ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കണക്ട് ചെയ്യാം. അതിലെന്ത് വാട്സപ്പ് ഒന്നും കണ്ടല്ലോ ഓപ്പൺ ആക്കിയ സമയത്ത്? എങ്ങനെ? നേരത്തെ ഓപ്പൺ ആക്കിയ സമയത്ത് വാട്സപ്പും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ വരുന്നുണ്ടോ ഫേസ്ബുക്കിൽ? ഫേസ്ബുക്കിൽ കണക്ട് ചെയ്യാൻ ഫേസ്ബുക്കിന്റെ ഒരു വാട്സപ്പ് ബട്ടൺ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പേജിൽ വരുന്ന സംഭവം. ഇവിടെ കണ്ടോ? നേരത്തെ ഒരു പ്രൊഫഷൻ എന്നുള്ള ഇതായിരുന്നില്ലേ ഇവിടെ. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വാട്സപ്പിലേക്ക് എത്തും. പിന്നെ എന്താണ്, ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ പറയില്ലേ, എഡിറ്റ് പ്രൊഫൈൽ എടുത്തിട്ട് ഞാൻ ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റില്ല. ഇവിടെ കോണ്ടാക്ട് ബട്ടൺ ആഡ് ചെയ്യാണ്ടാവും. കാണിച്ചു തരാം. ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ? അപ്പോ കോണ്ടാക്ട് ഞാൻ സ്ക്രീന് കാണുന്നില്ല അല്ലെ, സ്ക്രീനിൽ കണ്ടോ? അപ്പോൾ ഇവിടെ കോണ്ടാക്ട് എന്നുള്ളൊരു ഇതുപോലെ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ഈ കോണ്ടാക്ട് എന്നുള്ളത് കാണാം. ഈ കോണ്ടാക്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടേക്ക് എന്താണ്, നമുക്ക് എങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനും അവിടെ കൊടുക്കും. കോൾ ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് ആയിട്ടോ. അപ്പോൾ വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വാട്സപ്പ് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു വാട്സപ്പ് ബട്ടൺ നമുക്ക് പേഴ്സണൽ പ്രൊഫൈൽ ആണെങ്കിൽ ഉണ്ടാവില്ല, ഇത് പ്രൊഫഷണൽ അക്കൗണ്ട് ആണെങ്കിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പ്രൊഫഷണൽ അക്കൗണ്ട്, ബിസിനസ്സിന് എപ്പോഴും പ്രൊഫഷണൽ അക്കൗണ്ട് ആണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് മാറാൻ വേണ്ടി പറഞ്ഞത്. പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ പ്രൊഫൈലും ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിലിപ്പോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ വളരെയധികം വിമർശനം പ്രൊഫൈലും ഷെയർ പ്രൊഫൈലും മാത്രമാണല്ലോ കാണുന്നുള്ളൂ ഇൻസ്റ്റാഗ്രാമിന്റെ. എങ്ങനെ എഡിറ്റ് പ്രൊഫൈലും ഷെയർ പ്രൊഫൈലും മാത്രമാണ് കാണുന്നത് ആരെങ്കിലും ഇതിലോ? അതെ അതെ. അതാണ് ഞാൻ പറഞ്ഞത്, അത് പേഴ്സണൽ പ്രൊഫൈൽ ആയതുകൊണ്ടാണ്. അത് നേരത്തെ പറഞ്ഞില്ല, എഡിറ്റ് പ്രൊഫൈൽ എടുത്തിട്ട്, സോറി എഡിറ്റ് പ്രൊഫൈൽ അല്ല, സെറ്റിങ്സ് ഇതുണ്ടാവും. ആ ഒരു മുകളിലുള്ള 3 ലൈനിൽ അതില് സെറ്റിങ്സ് എങ്ങനെ അക്കൗണ്ട് ടൈപ്സ് ആൻഡ് ടൂൾസിൽ പോകുമ്പോൾ സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. അതന്നെ അക്കൗണ്ട് ടൈപ്പ് ആൻഡ് ടൂൾസ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് സെറ്റിങ്സ് അല്ല, ഏതിലാണ്? ഇപ്പൊ നമ്മൾ ഈ 3 വരയിലല്ലേ കാണിച്ച്? മുകളിലെ 3 വര അത് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് പോകുന്ന സമയത്ത് കുറച്ചുകൂടി താഴോട്ട് പോകണം. അതില് ഫോർ പ്രൊഫഷണൽസ് എഴുതുന്നുണ്ട്, ഫോർ പ്രൊഫഷണൽസ് അതിന്റെ താഴെ ഉള്ളത്.
ഫോർ പ്രൊഫഷണൽസ് എന്നില്ല ഒരു കാറ്റഗറി ഉണ്ട്. അതിന്റെ താഴ്ഭാഗത്തുണ്ട് അക്കൗണ്ട് ടൈപ്പ് ആൻഡ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ കയ്യിൽ അത് വേറെ രൂപത്തിലാണ്. ബിസിനസ് ടൂൾസ് ആൻഡ് കൺട്രോൾസ്. അങ്ങനെയുള്ളതല്ലേ? ആ, നിങ്ങളത് ഇതിലേക്ക് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രൂപത്തിലാവും. ഈ പ്രൊഫഷണൽ അത് അത് ഇതിലേക്ക് പറ്റും. മാറി. അപ്പൊ അത് ഇപ്പൊ എന്താണ് സ്വിച്ച് ടു പ്രൊഫഷണൽ അല്ലേ കാണിക്കുന്നത്? സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട്, പിന്നെ ആഡ് ന്യൂ പ്രൊഫഷണൽ അക്കൗണ്ട് കണ്ടിട്ടുണ്ട്. ആ ആ ആ രണ്ടെണ്ണം അക്കൗണ്ട് ടൈപ്പിൽ. ഓക്കെ, അത് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പോ അല്ല, നിങ്ങളിപ്പോ സ്വിച്ച് ചെയ്യണമെന്നില്ല. ഇതിപ്പോ നിങ്ങളെ പേഴ്സണൽ പ്രൊഫൈൽ ആണെങ്കിൽ അങ്ങനെ വെക്കാം. വേറൊരു പ്രൊഫഷണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കമ്പനിയുടെ പേരിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഓക്കെ ഓക്കെ. ഇനി അല്ല, ഓൾറെഡി ഇപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച കമ്പനിയുടെ അക്കൗണ്ട് ഏത് പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ അത് സ്വിച്ച് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ എന്റെ ഇപ്പൊ സ്ക്രീനിൽ കണ്ടു, അപ്പൊ ഇവിടെ സ്വിച്ച് അക്കൗണ്ട് ടൈപ്പ് എന്നുള്ളതുണ്ട്. അത് ഒന്നുകിൽ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് സ്വിച്ച്, അതായത് ഇത് ഓൾറെഡി പ്രൊഫഷണൽ അക്കൗണ്ട് ആണ്. അത് കാരണമാണ് ഇവിടെ ഈ ഒരു പ്രൊഫഷണൽ ഇത് കാണാത്തത്. ഇനി ഈ ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് എന്ത് ചെയ്യാം? പേഴ്സണൽ അക്കൗണ്ടിലേക്കോ ക്രിയേറ്റർ അക്കൗണ്ടിലേക്കോ സ്വിച്ച് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഇത് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇനി വരിക എന്തായിരിക്കും? പേഴ്സണൽ അക്കൗണ്ടിലേക്കോ ക്രിയേറ്റർ അക്കൗണ്ടിലേക്കോ സ്വിച്ച് ചെയ്യാമെന്നായിരിക്കും. അപ്പോ അത് ഇതല്ല, ഒരു കമ്പനി അക്കൗണ്ടും ഒരു പേഴ്സണൽ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് പേഴ്സണൽ അക്കൗണ്ട് പറഞ്ഞാൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ള രൂപത്തിലാണ് അതിന് എടുക്കുന്നത്. അപ്പോൾ ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഒരു കണ്ടന്റിന്റെ ഇപ്പൊ രണ്ട് ഇതിലൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതായി. പിന്നെ നമുക്കിപ്പോ എന്താണ് ആ ഒരാളുടെ ഞാൻ ഇപ്പൊ ഈ ഒരു സംഭവത്തിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോ നമ്മൾ രണ്ടുപേരെ അതിൽ ആഡ് ചെയ്തിട്ട്, അപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ചെയ്യുന്നൊരു ചെറിയൊരു സംഭവമാണിത്. അപ്പോ അതിൽ കണ്ടന്റ് ഞാനാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ ഒരു വേറൊരു അക്കൗണ്ടാണിത്, ഈ ഒരു സംഭവം. ഇത് പിന്നെ കമ്പനിയുടെ അക്കൗണ്ട് ഇതായിട്ട്. അപ്പൊ അതിൽ നമ്മൾ 3 പേരെയും ടാഗ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിട്ട് ചെയ്താണ്. സോറി, 2 പേരെയും ടാഗ് ചെയ്തു. അപ്പൊ എന്താ വെച്ചാല് ഈ ഒരു സംഭവം എടുത്തു കഴിഞ്ഞാല് ഈ സെയിം വീഡിയോ ഈ 3 അക്കൗണ്ടിലും ഉണ്ടാവും. അപ്പോ എന്താ വെച്ചാല് അങ്ങനെ വരുമ്പോ വെച്ചാല് ഇപ്പോ ഇവരെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോ അവർക്കും ആ വീഡിയോ കാണാൻ പറ്റും. പിന്നെ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, അവർക്കും ആ ഒരു വീഡിയോ കിട്ടും. കമ്പനിനെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും, അവർക്കും ആ ഒരു വീഡിയോ കിട്ടും. അങ്ങനെ ഇതായിട്ട്. മറ്റേ ഞാനിപ്പോ കമ്പനി അക്കൗണ്ടിൽ മാത്രം, അല്ലെങ്കിൽ ഇത് മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ടിൽ മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മാത്രമായിട്ടായിരിക്കും വരിക. ഈ കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ പെർമിഷൻ കൊണ്ടുവരില്ലേ? അങ്ങനെ ഉണ്ടോ? നമ്മൾ അതിൽ ടാഗ് ചെയ്യുന്ന കൊളാബ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു റിക്വസ്റ്റ് പോകും, ആരാണോ ചെയ്യുന്നത് വെച്ചാൽ. അപ്പൊ ജസ്റ്റ് ഇത് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഇതായിട്ട്. വേറെ ഇതില് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്തെങ്കിലും? ജസ്റ്റ് സ്വിച്ച് ഈ ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കുക, പിന്നെ വാട്സപ്പ് സംഭവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടുക, കണക്ട് ചെയ്യുക, ഇത്രേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ആഡ് ചെയ്യുമ്പോഴും ചെറിയൊരു ഇതാണ്. കാരണം വാട്സപ്പിലേക്ക് നമ്മൾ ഇതായിട്ട് ചെയ്യുമ്പോൾ ഇതിൽ വാട്സപ്പ് ബട്ടൺ, സോറി, വാട്സപ്പ് നമ്പർ കാര്യങ്ങളും പിന്നെ ഇത് ആഡ് ചെയ്തിട്ട് എല്ലാം വേണം. പിന്നെ ബിസിനസ്സിന് എപ്പോഴും പ്രൊഫഷണൽ അക്കൗണ്ട് ആണ് നല്ലത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ആ കാര്യം. പിന്നെ ഇതില് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതാണ്. സോറി, അതിന്റെ മുന്നേ നിങ്ങൾ ആര് വീഡിയോ ചെയ്യാറുണ്ടോ? മുഹമ്മദ് ഭായ്, നിങ്ങൾ വീഡിയോ ചെയ്യാറുണ്ടോ? ഇല്ല. ഇല്ല. നിങ്ങളെ ഇത് മറ്റേ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം
അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം ഐ കാര്യങ്ങൾ ഡി ഉണ്ട്, പക്ഷേ ഞാൻ അതിൽ അത്രത്തോളം ഫോക്കസ് ചെയ്യലില്ല. ഇല്ല. അപ്പോ നിങ്ങളെ സൈറ്റ് വിസിറ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷന്റെ കാര്യങ്ങള് അതൊക്കെ സ്റ്റാറ്റസ് ഇടുക, വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുക എന്നല്ലാണ്ട് ഇൻസ്റ്റയിൽ അങ്ങനെ എന്ത് ചെയ്യലില്ല. പിന്നെ ഫേസ്ബുക്ക് റീൽസ് ഇടുക എന്നല്ലാണ്ട്. ആ ആ ആ. അല്ല, റീൽസ് ഇൻസ്റ്റഗ്രാമിൽ ഇടലില്ലേ? ഇൻസ്റ്റാഗ്രാം കുറവാ, ഞാൻ അധികം വാട്സപ്പിലാണ്. ഇപ്പാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം എന്ത് ചെയ്ത് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. ആ ആ ശരി. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ചാൾ ഇട്ടിരുന്നല്ലാണ്ട് അത് എടുത്ത് നോക്കലില്ലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇതില് ഇപ്പോ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സംഭവം ഞാൻ ചെറിയ ഒരു ഇത് കാണിച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം. കാരണം കണ്ടന്റും കൂടി ഇതായിട്ടില്ല. ഈ ഫസ്റ്റ് നമുക്ക് VN ഒന്ന് നോക്കാം. സ്ക്രീന് കാണുന്നുണ്ടല്ലോ. Yes, yes. VN എന്നുള്ളൊരു ആപ്പ് ഉണ്ടാവും. അത് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഭയങ്കര വലിയ പിന്നെ എന്താ പറയാ എഫക്റ്റുകളും മറ്റുള്ള കാര്യങ്ങളും ഇതൊക്കെ കൊടുത്തിട്ട് ഉള്ള കാര്യങ്ങളൊന്നും അതിലില്ല. പിന്നെ അതിൽ ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു പെയ്ഡ് ആയിട്ടുള്ള സംഭവം എടുക്കണം എന്ന് മാത്രം. അതൊരു വർഷത്തേക്ക് ഇപ്പൊ 1100 ഇതൊക്കെ ആയിട്ട് വരുന്നു. പിന്നെ ഇത് അല്ലാതെയും കിട്ടുന്നുണ്ടാവും. ഞാൻ അതിലേക്ക് പോയിട്ടില്ല. ഈ ട്രാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇതാ പിന്നെ അത് അൺലോക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ വെറുതെ VN എന്നുള്ള ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ഏതാ പിന്നെ ആപ്പിൾ സ്റ്റോറിൽ ഇതിലായിട്ടുണ്ടാവും. എടുക്കുക. ഈ സംഭവത്തിൽ അവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം. ഇത് ക്ലിക്ക് ഇത് കൊടുക്കുക. ഇത് പുതിയ പ്രൊജക്റ്റ് എടുക്കുക. അപ്പോൾ വീഡിയോ ബേസ്ഡ് ഓൾറെഡി കിടക്കുന്നുണ്ടാവും. സേവ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മളെ ഗാലറി കാണിക്കും. ആ ഒരു ഗാലറി വീഡിയോ എടുക്കുക. വീഡിയോ വന്നു കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാൽ ഇപ്പോൾ ഇതിലുള്ള വീഡിയോസ് ഇങ്ങനെ കാണിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ 2 വീഡിയോ എടുത്തിട്ട് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് ഇതായി കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ എന്ത് ചെയ്യും വന്നു. രണ്ട് വീഡിയോകൾ ഇത് ജസ്റ്റ് നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് മഴയുടെ ഒരു വീഡിയോ കൊടുത്ത ഇതിന്റെ ഒരു ലാസ്റ്റ് ഒരു ക്ലിപ്പ് കിടക്കുന്നുണ്ടാവും. ആ ജസ്റ്റ് ക്ലിപ്പ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു കവർ എന്നുള്ളൊരു സംഭവം കാണാം. ഈ കവർ എന്നുള്ള സംഭവത്തിൽ നമുക്ക് എന്ത് വെച്ചാൽ ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു എഡിറ്റ് ചെയ്യാൻ ഇപ്പോൾ എന്തെങ്കിലും സോറി പിന്നെ കവർ ടെംപ്ലേറ്റ് ഒക്കെ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വെച്ചാൽ ഇതിന്ന് ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് എടുക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ട്രാവൽ അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. ഈ കവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മള് ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഇതാ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഇതിന്റെ മുകളിൽ കണ്ടോ അപ്പൊ നമ്മൾ ഓരോ ടെക്സ്റ്റ് അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് ആ ഒരു സംഭവം വരാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം കവർ ഫോട്ടോ അല്ലെങ്കിൽ കവർ ഇമേജ് എന്ന് പറയുന്നൊരു കാര്യം ഇതുപോലൊക്കെ. ഇത് ഒന്നുകിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ കാണിച്ച പോലെ ടെക്സ്റ്റ് എന്നുള്ള രൂപത്തിൽ സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇനി അതല്ല ഇപ്പോൾ ചിലർ എന്ത് ചെയ്യും കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നത് ഈ രൂപത്തിൽ. ഇനി ഇതും അല്ല ഇതിലും ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് ചോദിച്ചാൽ നമുക്ക് ഈ ഫോട്ടോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ അതുപോലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ. അപ്പോൾ ഭയങ്കര ഇതായിട്ട് വരും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ട് എങ്ങനെയാ വെച്ചാൽ ഇതിലൊന്നും ചെയ്തിട്ടില്ല. ചില ആളുകൾ നന്നായിട്ട് ചെയ്യാറുണ്ട്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെയൊക്കെ
ഇതൊക്കെ ഫോട്ടോഷോപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നു. കുറച്ച് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാനാണ് ഈ ഒരു സംഭവത്തിന് ഇവിടെ വരുന്നത്. കവർ ടെംപ്ലേറ്റ് ഉണ്ടാവും, എല്ലാം പ്രൊഫഷണലാണ്. അപ്പോൾ ഇതിപ്പോ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാല് ഇതിൽ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും. ഇത് ഡിലീറ്റ് ചെയ്ത്, ഇത് ടെംപ്ലേറ്റ് ആയതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാൻ ഇതൊക്കെ. പക്ഷെ ഈ ഒരു സംഭവം വേറൊരു ടെംപ്ലേറ്റ് എടുക്കാം. കവർ എടുക്കുക, കവറിൽ ടെംപ്ലേറ്റ് എടുക്കുക. ഈ ഒരു എഡിറ്റ് ഫ്ലോ സ്റ്റുഡിയോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി, ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ കവർ അധികവും ചെയ്യാറ് പല രൂപത്തിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോട്ടോഷോപ്പ് വെച്ചിട്ട് ചിലപ്പം ചെയ്യും, അതിൻ്റെ ഒരു വെർട്ടിക്കൽ ഒരു സൈസ് ഇതാക്കിയിട്ട്. അല്ലാണ്ടെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം നേരത്തെ കാണിച്ചൊരു സംഭവം ഉണ്ടല്ലോ, ഇതിൽ കുറേ എണ്ണം നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്നതാണ്. നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ പറഞ്ഞില്ലേ, നിങ്ങളൊരു ചെറുകിട ഇടത്തരം സംരംഭകനാണെങ്കിൽ ഇവിടെ ഈ ഒരു എഡിറ്റ് കവർ എടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ, ഈ എന്ന് കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു സംഭവം, ഇവിടെ വെച്ചിട്ടും നമുക്ക് ചെയ്യാം. അത് കാണാൻ പറ്റുന്നില്ലല്ലോ സ്ക്രീനിൽ. കാണാൻ പറ്റുന്നില്ല? സ്ക്രീൻ കാണുന്നില്ല? കാണുന്നുണ്ട്. എനിക്ക് എന്താ പറ്റി? ഒന്നുകൂടി ഷെയറിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി ചെയ്യാം. ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിതാക്കിയിരുന്നല്ലോ, ഇതുവരെ വന്നിരുന്നില്ലേ? ഇപ്പോൾ എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കുക, ബാക്കി കാര്യങ്ങൾ കുറെ ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് ഈ ഒരു സംഭവത്തിൽ ഇപ്പൊ ഇവിടെ കണ്ടോ മുകളിൽ എഡിറ്റ് കവർ എന്നുള്ള ഇത് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാൽ ഈ ഒരു സംഭവം വരും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ, അതായത് കൊടുക്കാം. ഫോട്ടോ കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, നമ്മളെ ഗാലറിയിൽ നിന്നൊക്കെ ആയിട്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഇനി അതെല്ലാം നമുക്ക് വീഡിയോ എടുക്കാനാണ് ഇത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഇമേജ് ഈ സംഭവം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടുന്ന് പറ്റിയ ഒരു ഇമേജ് അങ്ങനെ എടുക്കാം. അതിൽ എടുക്കുമ്പോൾ ഇതിന്റെ താഴെ കാണാം, ഇവിടെ കണ്ടോ ഒരു എന്നുള്ളൊരു ഇതായിട്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. കണ്ടോ ഇങ്ങനെ അതിന്റെ സൈസ് കൂട്ടാനും കുറക്കാനും, പിന്നെ അതിന്റെ ഏത് ഫോണ്ട് വേണം അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അതിന്റെ കളറ്, അങ്ങനത്തെ സംഭവം, പിന്നെ അതായത് എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവം പറ്റും.
ഇതിന്റെ സൈസ് കൂട്ടാനും കുറക്കാനും, അതിന്റെ പൊസിഷൻ എങ്ങോട്ട് മാറ്റണം എന്ന് വെച്ചാൽ ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഇതാക്കി. എന്നിട്ട് അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് അല്ലാണ്ട് നമുക്ക് ലോഗോസ് അതുപോലെ കമ്പനിന്റെ പേരൊക്കെ കൊടുക്കാൻ കഴിയും, അതേപോലെ ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും അതേപോലെ. അത് എന്ത് ചെയ്താ വെച്ചാല് അങ്ങനെ ചെയ്യാൻ ഇപ്പൊ നമ്മൾ ആദ്യം ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് വെക്കുക ഇതുപോലെ ഒരു സൈസിൽ. ഇപ്പൊ എല്ലാത്തിലും ആ ഒരു രൂപത്തിലായിരിക്കും. അല്ലാണ്ടെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഈ ടെക്സ്റ്റ് ഇപ്പൊ നമ്മൾ എല്ലായിടത്തും ഇതുപോലെ മാറ്റി കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഈ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇതിൽ കാണുന്ന ഈ ഒരു നിങ്ങളവിടെ കൊടുത്തിട്ട് ചെറുകിട ഇടത്തരം സംരംഭകരോട് എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോ നമ്മുടെ കമ്പനിന്റെ പേര് ഇങ്ങനെ കൊടുക്കാൻ നിൽക്കുന്നത് അതേപോലെ. മനസ്സിലായില്ല. നിങ്ങളിപ്പോ നിങ്ങളെ വീഡിയോയില് ചെറുകിട ഇടത്തരം എന്നിട്ട് കൊടുത്തിട്ടാണല്ലേ മുകളില്? ആ ആ ആ അത് ഞാൻ ഇവിടെ കൊടുത്തതല്ല, അത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കൊടുത്തതാണ്. അന്നേരം കൊടുത്തതല്ല ആ സമയത്ത്. ആ ആ ഞാൻ ഇത് കവർ ഇമേജ് ഇപ്പൊ നമ്മള് റീൽസിൽ ഇതിലൊക്കെ കവർ ഇമേജ് കൊടുക്കണേനാണ് പറഞ്ഞത്. ഈ ഒരു സംഭവം ഞാൻ വേറെ രൂപത്തിൽ കൊടുത്തത്. ഇപ്പൊ എങ്ങനെയാ വെച്ചാല് ഞാൻ ഇത് ഒരു സെക്കൻഡ് ഇത് കഴിയട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് നിങ്ങൾക്ക് ഞാൻ വേറൊരു രൂപത്തിൽ ചെയ്തുതരാം. ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. പക്ഷെ ക്യാൻവയിൽ മലയാളമാണ്, വേറൊരു മലയാളം ഞാൻ വേറൊരു എന്താ പറയാ മൊവാവി എന്നുള്ളൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്ത. അതിന്റെ മാർക്കറ്റിംഗ് നടക്കുന്നില്ല, ബിസിനസ് വളരുന്നില്ല, നല്ല സെയിലുകൾ കിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് മാക്സിമം വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോസിലൂടെ നമ്മുടെ കസ്റ്റമേഴ്സ് അപ്പോ ആ ഒരു സംഭവത്തിൽ നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റ് കൊടുക്കാം എന്നുള്ളതാണ് ഈ ഒരു റീലിന്റെ കവർ ഫോട്ടോക്ക് ഡൺ കൊടുക്കുക. പിന്നെ ഷെയർ ടു റീൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതാവും. ഇനി അല്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്തിട്ട് ഇതിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഒരു സെക്കൻഡ്, എഡിറ്റ് വിത്ത് ഫ്ലോ. ഇത് ഇപ്പൊ നമുക്ക് ഇതിന്റെ ഫോണ്ട് സൈസ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കൊടുത്ത് പിന്നെ എന്താ വെച്ചാൽ ഇത് അപ്ലൈ ടു VPN ഇല്ല സോറി VN കൊടുത്ത്
അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ ഇതായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് കവറായി. എന്നിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന പിന്നെ ഈ ഒരു ഇപ്പൊ നമ്മളിപ്പോ 2 ക്ലിപ്പുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് ഒറ്റ വീഡിയോ ഉണ്ടാക്കാനാണ്. സാധാരണ ഇപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ എന്ത് വെച്ചാൽ ഓരോ പാർട്ട് ആയിട്ട് എടുക്കും. ഇപ്പോൾ ഒന്നിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കുറെ കളയേണ്ടി വരും. പക്ഷെ അപ്പോൾ ഓരോ സ്ലൈഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ ജോയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ അതാണ് ശരിയായിട്ടുള്ളൊരു രീതി. ലോങ് ഒറ്റ വീഡിയോ എടുക്കണേക്കെ നല്ലത്. ഓരോ ഇതിനനുസരിച്ചിട്ടാണ് പിന്നുള്ളത് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സീരിയസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ ആണെങ്കിൽ പിന്നെ അത് ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്ത് വേണ്ടി വരും. പക്ഷെ നമ്മളിപ്പോൾ ഈ സാധാരണ നമ്മുടെയൊക്കെ ഒരു ഇത് ഇപ്പോൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലൊക്കെ പിന്നെ ഫുള്ളി ഷോർട്ട് ഇതൊക്കെ ആയിട്ടാണ്. അപ്പോൾ ആ രൂപത്തിൽ ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് വേറെ അതിന്റെ കൂടെ ഇപ്പോൾ ടെക്സ്റ്റ് വേറെ എന്തെങ്കിലും വീഡിയോയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രൂപത്തിൽ കൊടുക്കുക. കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ വീഡിയോന്റെ കൂടെ നമുക്കിപ്പോൾ അതിന്റെ നമ്പറോ അപ്പോൾ ഫോൺ നമ്പറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ആഡ് ടെക്സ്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്പർ ഇതായി കൊടുക്കാം. ലോഗോ കാര്യങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതിന്റെ മുകളിൽ ഇവിടെ ഒരു ഇത് കാണാം, ഇമേജ് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് ഇട്ടെടുത്തിട്ട് ഫോട്ടോ പോയിട്ട് എൻ്റെ ഒരു ഇപ്പോൾ ഫോട്ടോയിൽ ഇപ്പോൾ ഒരു ലോഗോ എവിടെയോ കിടക്കുന്നുണ്ട്. സപ്പോസ് ഒരു 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 പിക്ചർ എടുത്തപ്പോൾ ലോഗോ സങ്കല്പിക്കേണ്ടി വരും. ഇതിപ്പോൾ ലോഗോ ആണെങ്കിൽ ഇങ്ങനെ ഇതിപ്പോൾ ലോഗോ ആണ് സങ്കല്പിക്കുക. ഈ ഒരു വീഡിയോന്റെ മുകളിൽ ഒരു ലോഗോ എന്നുള്ള രൂപത്തിൽ കൊണ്ടുപോയി വെക്കുക. അത്രേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാം, വീഡിയോയുടെ അവസാനം വരെ ഉണ്ടാവും ഇവിടെ അല്ലേ? ഇങ്ങനെ വീഡിയോയുടെ അവസാനം വരെ അത് അവിടെ തന്നെ ഉണ്ടാവും. അതിന്റെ അവസാനം വരെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു സെലക്ട് ചെയ്ത ഈ ഒരു നീല ട്രാക്ക്, ഇതെല്ലാം ഓരോ ട്രാക്ക് എന്നിട്ടാ പറയാം. ഈ കാണുന്ന സംഭവങ്ങളെല്ലാം ഓരോ ട്രാക്ക് എന്നാ പറയാം. അപ്പോ ഇത് മ്യൂസിക് ട്രാക്ക്, ഇത് ഒരു ഇമേജ് അല്ല സോറി ടെക്സ്റ്റ് ഇത് കൊടുക്കാനുള്ളത്, ഇതൊരു ഇമേജ് കൊടുക്കാനുള്ളത്, ഇത് വീഡിയോ. ഓക്കെ, അപ്പോ ഇതിപ്പോ ഞാൻ ഒരു ഇമേജിലാണ് ഈ ഒരു സംഭവം ആഡ് ചെയ്തത്. ഇപ്പൊ നമ്മളെ ലോഗോ എന്നുള്ള ഇതായിട്ട്. അപ്പൊ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അതിന്റെ 2 സൈഡിൽ ഒരു ആരോ കണ്ടോ? ഈ ആരോ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് വരി പോരും. ഇപ്പൊ നമുക്ക് ആ വീഡിയോന്റെ ലാസ്റ്റ് വരി ഇതായി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടോ ഈ ഒരു സോറി ഇതിപ്പോ ഞാൻ ഫസ്റ്റ് ഇട്ടപ്പോ ഇത്ര ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ എന്താണ്, പ്ലേ ചെയ്യുമ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് സ്ക്രീനിൽ നിന്ന് പോയത് കണ്ടോ. അപ്പൊ ഇതിന് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇത് ഇതാക്കുക, ഇത് ഫുള്ളായിട്ട് സ്ക്രോൾ ചെയ്യും, ഡ്രാഗ് ചെയ്യുക. ഇപ്പൊ ഡ്രാഗ് ചെയ്യുമ്പോൾ മൊത്തം ലാസ്റ്റ് വരി വന്നു. അത് പ്ലേ ചെയ്യുമ്പോൾ ലാസ്റ്റ് വരിയും ആ ഒരു വീഡിയോ ആ ഒരു ഇമേജ് അവിടെ നിൽക്കുന്നുണ്ട്. ലോഗോ ആയിട്ട് സങ്കല്പിച്ചാൽ മതി. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം. ഇപ്പോൾ ഈ ഒരു നമ്പർ കണ്ടോ, ഈ പ്ലേ ആയുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പോയി, പിന്നെ നമ്പർ ഇല്ല. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്യാം, ഈ ഒരു സംഭവം ഡ്രാഗ് ചെയ്യാം, അപ്പൊ ലാസ്റ്റ് വരെ അത്.
പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മ്യൂസിക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. അപ്പൊ മ്യൂസിക് ഈ ഒരു സംഭവത്തിൽ ഉണ്ടാവണം എന്ന് മാത്രം, എന്തെങ്കിലും മ്യൂസിക് ഇതായിട്ട്. ഇനി അതല്ല ഫേമസ് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഇതാവണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ട്രാക്ക് നമ്മൾ ഇതാക്കണം, ഡൗൺലോഡ് ചെയ്യണം. പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ എന്താണ് ഒരു മഴ ചാറുന്ന സൗണ്ട് ഉണ്ട്. അപ്പൊ ആ ഒരു സൗണ്ട് കളയണം. അപ്പൊ ഇവിടെ കണ്ടോ മ്യൂട്ട് എന്ന് കണ്ടോ ഈ ഒരു സംഭവം, ഞാൻ അതിൽ പ്രസ് ചെയ്തിട്ടാണ് ഇപ്പൊ പ്ലേ ചെയ്യുക. അത് പ്ലേ ചെയ്ത ഒന്നുമില്ല, ഒരു സൗണ്ടും. ഇനിയിപ്പോ ഞാൻ അതിന് വർക്ക് എൻ്റെ ഒരു സൗണ്ട് എൻ്റെ ഒരു ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു യൂസ് കേസ് നിങ്ങൾക്ക് ഹിന്ദിയിലുള്ള വീഡിയോ കിട്ടുന്നു, അതില് ആ ഓഡിയോ കളയണമെന്ന് മാത്രം. അപ്പൊ ഇവിടുന്നും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് മ്യൂട്ടാക്കി വെച്ചു. ഇനി ഞാനിവിടെ ഈ ഒരു ആഡ് മ്യൂസിക് ഇവിടെ ഇതായിട്ട് വന്നു, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ റെക്കോർഡ് എന്നുള്ള സംഭവം. അപ്പൊ ഞാൻ റെക്കോർഡ് കൊടുത്തിട്ട് ഈ ഒരു റെഡ് ബട്ടൺ പ്രസ് ചെയ്തു. ഇനിയിപ്പോ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഈ സംസാരിക്കുന്നത് ഫുള്ള് ഈ ഒരു വീഡിയോക്ക് അനുസരിച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യും, അതൊരു ട്രാക്കായിട്ട് അതിന്റെ ഓഡിയോ ആയിട്ട് അവിടെ കിടക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ആയിരിക്കും പ്ലേ ആവുക. ഇതിപ്പോ കഴിഞ്ഞു പറഞ്ഞ് ആ ഒരു വീഡിയോന്റെ അത്രയാണ് അത് പ്ലേ ആവും വരിക. അപ്പം അപ്പോഴേക്ക് നമ്മളത് പറഞ്ഞു തീർക്കണം. അപ്പോൾ പെട്ടെന്ന് എന്താണോ ഉള്ളത് വെച്ച് പ്ലാൻ ചെയ്തിട്ട് പറയാന്നുള്ളതാണ്. എന്നിട്ട് അത് ഓക്കെ ഇതായി കഴിഞ്ഞാൽ എന്താണ് ഇനി നമ്മൾ ഇതിനനുസരിച്ചിട്ട് ജസ്റ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് പ്രസ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ആവും. അപ്പോൾ അത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ഇപ്പൊ ഞാൻ സംസാരിച്ച ഒരു ഓഡിയോ ഇതായിട്ടാണ് പോകുന്നത്. സംസാരിക്കുന്നത് ഫുള്ള് ഈ ഒരു വീഡിയോക്ക് അനുസരിച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യും, അതൊരു ഇത് VN ആപ്പാ പറഞ്ഞ ഇത് ചെയ്യുന്നത്? അതെ 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 കുറച്ച് ഈസി ഉള്ള ഒരു ആപ്പാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. വലിയ സംഭവങ്ങളൊന്നും ചെയ്യാൻ ഇതിൽ കഴിയില്ല, കാരണം അതിന്റെ പെയ്ഡ് എടുക്കണം. കണ്ടപ്പോ ഇവിടെ ഇത് ഈ ഒരു സംഭവം ഇപ്പോ ഇതിൽ പിന്നെ വരുന്നത് വെച്ചാൽ കുറച്ച് എഫക്റ്റുകൾ കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനോട്ട് ഇപ്പൊ ബേസിക് ഒരു ഇതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സംസാരിക്കുക, അതിൽ കോണ്ടാക്ട് നമ്പർ, ലോഗോ വെക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മതിയല്ലോ. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ പുതിയ ആളുകളൊക്കെ ചെയ്യണ കുറെ എഫക്റ്റുകളും ഇതൊക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ രൂപത്തിൽ പോകുമ്പോൾ പിന്നെ നല്ലൊരു വേറൊരു ആപ്പുകളൊക്കെ ഉപയോഗിക്കാൻ നല്ലത്. ഇതിലും ചെറുതായി അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര എഫക്ട്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അഡോബ് ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ അഡോബിന്റെ അങ്ങനത്തെ സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇതന്നെ ധാരാളമാണ്. അപ്പൊ ഇവിടെ ഈ ഒരു കാര്യങ്ങൾ പിന്നെ വരുന്നതിൽ ചില എഫക്റ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പൊ ഒരു വീഡിയോന്റെ ഇതിലെടുത്ത് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ ഈ ഒരു വീഡിയോ ഏത് ഭാഗത്താണ് വേണ്ടത് എന്നുള്ള ഇതായിട്ട് ഇപ്പോൾ വന്നതുണ്ടോ, അപ്ലൈ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്ലൈ ടു ഓൾ കൊടുത്തു കഴിഞ്ഞാൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ സംസാരിക്കുന്ന വീഡിയോക്ക് അനുസരിച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യും, അതൊരു ഓരോ ക്ലിപ്പിന്റെയും ഫസ്റ്റ് ആ ഒരു ഇതായിട്ടായിരിക്കും വരും. സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതില് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ. ഇപ്പൊ വോളിയം നമുക്ക് കുറച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബാർ ഉപയോഗിച്ചിട്ട് കൂട്ടാനും കുറക്കാനൊക്കെ എന്താണ്. അപ്പൊ അതിന്റെ വോളിയം കൂടിയിട്ട് ഇപ്പൊ ചെറിയ വോളിയം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാനൊക്കെ. പിന്നെ ഇതിന്റെ സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താണ് കുറച്ചുകൂടി ആ ഒരു വീഡിയോ സ്പീഡിൽ പ്ലേ ആവണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ വെച്ചാൽ ഒരു കെർവ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതിപ്പോ ഒരു ഈ ഒരു രൂപത്തിലൊക്കെ ആയിട്ട് കുറച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ്
ഈ സ്പീഡിൽ പോകും. എന്നിട്ട് ഇത് സംസാരിക്കുന്നത് എടുത്തു പോയി ഫുള്ള് ഒരു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വീഡിയോക്ക് സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു സെക്കൻഡ്, ഞാൻ അതൊന്ന് മ്യൂട്ട് ചെയ്യട്ടെ. അപ്പോ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. ഇതില് സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, റെഗുലർ എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോൾ മൊത്തം സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു രൂപത്തിൽ ചെയ്യാം. ഇപ്പോൾ സാധാരണ ഒരു വീഡിയോന്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു സ്പീഡ് തന്നെ 1x എന്ന് പറയും. അതിപ്പോ 1.25 1.5 കൊടുത്തു കഴിഞ്ഞാൽ കൂടി സ്പീഡ് കൂടി ഉണ്ടാവും. അപ്പൊ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. പിന്നെ അതിൽ വരുന്നത്, ഇപ്പോൾ ഈ ഒരു വീഡിയോ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സൈസ് ഇതാക്കണം. സൈസ് അല്ല, ആ ഒരു കുറച്ച് കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സംഭവം കൊടുക്കുന്നതാണ്. പിന്നെ അതുപോലെ ഇതിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PIP ട്രാക്ക് എന്ന് കാണാൻ പറ്റും. അതായത് ഇതിപ്പോ ഒരു വീഡിയോ ആണ്, ഈ വീഡിയോക്ക് മുകളിൽ വേറൊരു ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിന് എന്താണെന്ന് വെച്ചാൽ ഈ PIP ട്രാക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ സോറി, ഇത് തിരിഞ്ഞു വന്നു. ആ ഒരു ഇതാണ് ഓക്കെ. ഓ, വേറൊരു വീഡിയോ ആഡ് ചെയ്ത് തരാം. ഈ ഒരു വീഡിയോ ആഡ് ചെയ്യും. അപ്പൊ ഈ ഒരു വീഡിയോക്ക് നേരത്തെ ചെയ്ത് നമ്മൾ വീഡിയോക്ക് മുകളിൽ വേറൊരു വീഡിയോ കൊടുക്കുകയാണ്. അപ്പോൾ PIP ട്രാക്ക് എന്നുള്ള ഇതായിക്കണം. അപ്പൊ നിങ്ങൾ ഏതാണ് വീഡിയോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വീഡിയോ ഇടേണ്ടത് വെച്ചാൽ എന്നിട്ട് അത് ഇങ്ങനെ ഇവിടെ കൈ കൊണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് എവിടെയാണ് വെക്കേണ്ടത് വെച്ചാൽ അതിനുള്ള കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വയലറ്റ് കളറിൽ ഇങ്ങനെ ഒരു ആരോ അങ്ങനെ ഇതായിട്ട് വരും. അപ്പോൾ കറക്റ്റ് സെന്റർ എന്നുള്ള രൂപത്തിൽ. നല്ല വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ല ഇപ്പോൾ നമുക്ക് പകുതി വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ. അല്ല ഇതിപ്പോ റൊട്ടേറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു രൂപത്തിൽ ഒക്കെ ചെയ്യാനുള്ള നമ്മളെ ഒരു കുറച്ച് ക്രിയേറ്റിവിറ്റിയും കൂടി ബേസ് ചെയ്തിട്ട് ഇതായിട്ട്. ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റിങ്ങിൽ അത്ര ഇതല്ല, കാരണം നമ്മളെ ഒരു ബേസിക് വേണ്ട കാര്യത്തിനുള്ള സംഭവങ്ങൾ ചെയ്യാനുള്ളതുണ്ട്. ഇപ്പൊ എന്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ആ ഒരു സംഭവത്തിനൊക്കെ. പിന്നെ ഇതുപോലുള്ള ഭയങ്കര എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ ഒന്നാമത് എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാൻ അതിലേക്ക് അത്ര പോരുമില്ല. നമുക്ക് കാര്യം നടക്കണം എന്നുള്ളൊരു ഇതായിട്ട്. അപ്പോ ഭയങ്കര പ്രൊഫഷണൽ ഇതൊക്കെ ചെയ്യുന്ന ഇപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ചെയ്യാനും ഉണ്ട് താനും. അപ്പൊ പിന്നെ അങ്ങനത്തെ രൂപത്തിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കും. കാരണം ഒരു 1000 ഉറുപ്പിക കൊടുത്താൽ തന്നെ ഇഷ്ടം ആളുകളെ കിട്ടാനുണ്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പൊ ഈ PIP ട്രാക്കാണ് പിന്നെ അതിൽ വരുന്നത്. പിന്നെ വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കൂടെ ഇപ്പൊ ഒരു വീഡിയോ കൂടി ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്ലസ് ആയിക്കോട്ട് കൊടുക്കാം. പിന്നെ ഇപ്പൊ ഉണ്ടോ ഇവിടെ ഈ ഒരു സംഭവത്തിൽ ഇവിടെ ഒരു പ്ലസ് ഇത് കാണുന്നുണ്ട്. ആക്ച്വലി ആ രണ്ട് വീഡിയോ ജോയിൻ ആവണോടത്ത് നമുക്കൊരു ഇത് കൊടുക്കാനെന്നുണ്ടെങ്കിൽ സോറി, ജോയിൻ ആവണത്തല്ല,
ഇതിലൊരു എഫക്റ്റ് ഞാൻ കൊടുക്കണം. ഇതിന്റെ ഫസ്റ്റ് കണ്ടോ, ഇതുപോലെ ഒരു സൂം എന്നുള്ളൊരു ഇതായിട്ട് അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കും ഇതായി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ചില വീഡിയോസിന്റെ ഇത് കണ്ടില്ലേ, അല്ലാണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സംഭവം എവിടെയാണ് കൊടുക്കേണ്ടത് ശരി. ഇപ്പോൾ സപ്പോസ് ഞാനിതിപ്പോൾ ഇതിങ്ങനെ കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്താണ് കുറച്ചും കൂടി ഇതായിട്ട് കുറച്ച് ഇവിടെയാണ് വെക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. രണ്ട് രണ്ട് ക്ലിപ്പൊക്കെ പിന്നെ ഇതാവുന്നിടത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു നല്ലൊരു ഇതായിരിക്കും. പിന്നെ ഇതിൽ വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രിം ചെയ്യാന്ന് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ ഇതൊരു ക്ലിപ്പാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് ഇപ്പൊ ഇതൊരു ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ അല്ലെങ്കിൽ ഇടയിൽ ഇതിൽ വേണ്ടാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ അത് കട്ട് ചെയ്ത് കളയാന്നുണ്ടെങ്കിലാണ് ഈ ഒരു സ്പ്ലിറ്റ് അല്ലെങ്കിൽ ട്രിം എന്നുള്ളത്. അതുപോലുള്ളത് പഠിച്ചവൻ ഇനിയും കൂടുതൽ കൊടുക്കുന്നു. നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കേണ്ട അപ്പോ ആ ട്രിം എടുത്തു കഴിഞ്ഞാല് ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കാം. അതായത് ഒരു ക്ലിപ്പിന്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നന്ദി ഉണ്ടെങ്കിൽ പിന്നെ അല്ല ഇതിപ്പോ ഇത് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ വെച്ചിട്ട് എനിക്ക് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോ ഏതാണ് എവിടെയാണ് ഇപ്പോ ഞാൻ ആ ഒരു ഇത് കട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ പ്ലേ ചെയ്ത് നന്ദി ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എടുക്കുക, ഇങ്ങനെ ഇതെടുക്കുക. അപ്പൊ എനിക്ക് ഇപ്പൊ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ ആ ഒരു പോയിന്റർ ഇതാക്കിയില്ല, ഇവിടെ സ്പ്ലിറ്റ് കൊടുക്കുക. അപ്പൊ ഇത് രണ്ടതായിട്ട് സ്പ്ലിറ്റ് ആയതാണ്. എന്നിട്ട് ഇത് വേണ്ട എന്ന് ഇപ്പൊ ഡിലീറ്റ് ചെയ്യണം, അത് വേണ്ട സെലക്ട് ചെയ്യാം, ഡിലീറ്റ് കൊടുക്കുക. ഇപ്പൊ ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെ നമുക്ക് വേണ്ടാത്തത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇത് എന്താ വെച്ചാല് ഇപ്പൊ നമ്മൾ ചെറിയ രൂപത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഏത് വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എവിടെ പോയാലും വീഡിയോ എടുക്കുക, പിന്നെ അത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാം, നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒരു ചെറിയൊരു അക്കൗണ്ട് കാണിച്ചാൽ നമ്മള് മലപ്പുറത്തല്ല കോഴിക്കോടുള്ള ഒരാളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഈ സോഫ്റ്റ്വെയറിൽ ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല, ഇത്ര മിനിറ്റേ പറ്റുന്നില്ലത്. ഇതില് മിനിറ്റിന് ലിമിറ്റേഷൻ ഇല്ല. ഇതില് പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇല്ല എന്ന് മാത്രം. പിന്നെ അതിന്റെ പെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ പെയ്ഡ് ഇപ്പൊ 1000 റുപ്യ എത്ര കാണിക്കുന്നത്, അത് കൊടുത്തു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഉപയോഗിക്കും. പക്ഷെ ബേസിക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സംഭവമുണ്ട്. ഇങ്ങനെ ഒരാളെ കാണിച്ചു. ഇയാള് ഷെരീഫ് അൽ കിഫ്റ്റി. മൂപ്പര് ഇത് മൂപ്പരല്ല ചെയ്യുന്നത്. ഇപ്പൊ കുറെയൊക്കെ ഇതായിരുന്നു. അടുത്ത് ഇപ്പൊ മൂപ്പര് ഫുള്ള് നല്ലൊരു രൂപത്തിലേക്കാണ്. ആദ്യത്തെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഇതായിരുന്നു. ഒന്നുമില്ല, മൂപ്പര് പച്ചക്ക് ഒരു നാടൻ ഇനി മക്കളെ നമ്മളെ തോട്ടം നനക്കാം, പിന്നെ എന്താണ് നാടൻ വർത്താനം, ഒരു ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ് ഈ രൂപത്തിലായിരുന്നു. അപ്പൊ പിന്നെ കുറെ ഇതായിരുന്നു.
അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതൊക്കെ എന്താണ് കണ്ടന്റ് എന്നുള്ള ബേസ് ചെയ്തിട്ട് വരും. മാക്സിമം കണ്ടന്റുകൾ ചെയ്യാം. അതില് അതിന്റെ ഉള്ളടക്കമാണ് മെയിൻ ആയിട്ട് വരുന്നത്. എഡിറ്റിങ് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ ആളുകൾക്ക് എന്താണ് കണക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വേണം. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. ഒരു 1.5 മിനിറ്റ് ഇപ്പൊ റീൽസ് ഇതൊക്കെ 1.5 മിനിറ്റിൽ നിർത്തുക എന്നുള്ളതാണ്. ആ ഒരു 1.5 മിനിറ്റ് വീഡിയോ തന്നെ അത്യാവശ്യം അതിന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക എന്നുള്ള. പിന്നെ ലോങ് വീഡിയോസ് ചെയ്യാം. പക്ഷെ അത് ഈ ഇൻസ്റ്റഗ്രാമിന്റെ അല്ലെങ്കിൽ ഇതിന്റെ പുറമെ യൂട്യൂബിലാണ് ഇപ്പൊ അതിന്റെ ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്. പിന്നെ ഇപ്പൊ ഇതില് ഇപ്പൊ ഏതെങ്കിലും പാട്ടിൽ ഇപ്പൊ അത് ബ്ലറാക്കിയിടണം എന്നുണ്ടെങ്കിലൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പൊ ഒരു വീഡിയോ ബ്ലറായി പോയി. അതുപോലെ പിന്നെ എന്താ പറയാ, നമുക്കിപ്പോ ഈ ഒരു വീഡിയോ ഇവിടെ എത്തിയിട്ട് ഇപ്പൊ ഇത് ഇത്ര ഇതുണ്ട്, ബ്ലർ ഒഴിവാക്കട്ടെ, ഇത്ര ഇതുണ്ട്. ഇപ്പൊ ഇവിടെ എത്തിയിട്ട് ഒരു വീഡിയോ എന്ത് ചെയ്യണം വെച്ചാല് ഞാനത് ഫ്രീസായി നിൽക്കണം. അതായത് ചില വീഡിയോസ് ഇപ്പൊ നിങ്ങള് കാണാൻ പറ്റും, കുറച്ച് നമ്മള് പ്ലേ ആയിട്ട് അവിടെ കുറച്ച് പ്ലേ ആയിട്ട് അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന പോലെ. അപ്പൊ അതിന് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഫ്രീസ് എന്നുള്ള ഇതായിട്ട്. അതിന്റെ ഉണ്ടോ പ്ലേ ചെയ്ത് അവിടെ അത് ഫ്രീസായി നിന്നു ചെറിയൊരു സെക്കൻഡ് ഇതായിട്ട് ഈ ഒരു ഭാഗം. അപ്പൊ നമ്മൾ എവിടെയാണോ വേണ്ടത് വെച്ചാൽ അതിന്റെ ഇത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇനിയിപ്പോ ഒന്നും വേണ്ട, ഇവിടെ ഒരു എക്സ്ട്രാക്ട് ഓഡിയോ കണ്ടോ, ഈ ഒരു വീഡിയോയിൽ ഒരു ഓഡിയോ കിടക്കുന്നുണ്ട്, അതിന്റെ ആ ഒരു മഴയുടെ സൗണ്ട്, അത് ഞാനിപ്പോ എക്സ്ട്രാക്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു ഓഡിയോ വന്നു, മുകളിൽ ഉണ്ട് ഒരു ഓഡിയോ ഫയൽ വന്നത്, അത് വേണ്ട എന്നുള്ള ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പൊ ആ ഒരു വീഡിയോക്ക് പിന്നെ ഓഡിയോ തന്നെ ഉണ്ടാവില്ല. ശരിക്ക് ഇങ്ങനെയാണ് ഇതാവേണ്ടത്. അതായത് ഈ ഒരു വീഡിയോയിലുള്ള ഓഡിയോ കളഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വേറെ വീഡിയോ കൊടുക്കും. ഇവിടെ ശരിക്കും ഞാൻ മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ട് ഒഴിവാക്കി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഉണ്ട്. പക്ഷെ ഈ ഒരു ക്ലിപ്പിന് എന്തില്ല, ഒരു ഓഡിയോ ഇല്ല, ഉണ്ടാവും, ഒന്നും പ്ലേ ആവില്ല. കാരണം അത് അതിന്റെ ഓഡിയോ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയും. ഇവിടെ ഓഡിയോ ഉണ്ട്, പക്ഷെ അത് നമ്മള് ഇതാവും, പ്ലേ ആവും. മ്യൂട്ടാക്കി കഴിഞ്ഞാൽ ഒന്നും വരില്ല. അപ്പൊ അത്ര ബേസിക് ഒരു രൂപത്തിൽ എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാം. നാളെ നിങ്ങൾ കുറച്ച് വീഡിയോ ചെയ്യുക. ഒരു ഒന്നുകിൽ ഫേസ് എടുത്തിട്ടുള്ള വീഡിയോ, ഇപ്പോ ഒരു പിന്നെന്താ പറയാ, ട്രൈപോഡ് ഇതാക്കിയിട്ടുള്ളൊരു വെച്ചിട്ട്, ട്രൈപോഡ് ഉണ്ടെങ്കിൽ സെൽഫി സ്റ്റിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ, അല്ലാണ്ടെങ്കിൽ മൊബൈൽ എടുത്തിട്ട്, ഇനി അല്ല ഒന്നുമല്ല മൊബൈൽ ക്യാമറയ്ക്ക് വരാൻ മടിയാണെന്നെങ്കിൽ ക്യാമറ ഇല്ലാതെ എടുത്തിട്ടുള്ള വീഡിയോ, എന്നിട്ട് അതില് ഈ അക്കൗണ്ട് ഉണ്ടാക്കുക, പോസ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് കണ്ടന്റ് മസ്റ്റാണ്. കണ്ടന്റ് ചെയ്ത് തുടങ്ങുക, കണ്ടന്റിന്റെ ഒപ്പം ആഡുകൾ ചെയ്യുക എന്നുള്ള. അപ്പോ വേറെ പിന്നെ ഇതിൽ നമുക്ക് അത്യാവശ്യമുള്ള പിന്നെ ഇതിൽ മാഗ്നിഫയർ എന്നുള്ള ഇതൊക്കെയാണ്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ സൂം ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ, അപ്പൊ ആ ഒരു സംഭവം അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എത്രത്തോളം ആ ഒരു സംഭവം, ചില വീഡിയോസ് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ല, അവിടെ ഒരു മാത്രം ഒരു സൂം ചെയ്തിട്ട് കാണിക്കണം. അങ്ങനെ ഒരു ഇതായിട്ട് ഒരു ലെൻസ് വെച്ചിട്ട് നോക്കുന്ന, അതാണ് മാഗ്നിഫയർ എന്നുള്ള ഉദ്ദേശം. അത് നമുക്ക് അത്ര ആവശ്യമുള്ളൊരു സംഗതി ഒന്നല്ല ഈ ഒരു സംഭവം തന്നെ. വീഡിയോ എടുക്കുക, അത്യാവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് കളയുക, പിന്നെ എന്തെങ്കിലും നമ്പറോ കാര്യങ്ങളോ ചേർക്കണമെങ്കിൽ ചേർക്കുക, ലോഗോ ഉണ്ടെങ്കിൽ വെക്കുക. പിന്നെ എന്താണ്, ഇപ്പോൾ സംസാരിക്കാത്ത, ഇപ്പോൾ വോയിസ് ഓവർ കൊടുത്തുള്ള വീഡിയോ ആണെങ്കിൽ വോയിസ് ഇട്ട് കൊടുക്കുക, ഇതന്നെ.
ടെക്സ്റ്റിന്റെ പിന്നെ ഓരോ ഇഷ്ടം പോലുള്ള സ്റ്റൈലുകൾ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ഈ ഒരു ടെക്സ്റ്റിന്റെ സംഭവം ഇതിലിപ്പോ ഫോണ്ട് സൈസ് കൂട്ടാനും കാര്യമാണ്. പിന്നെ ഇപ്പൊ ഇതില് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സംഭവം ഇപ്പൊ ഈ ഒരു ടെക്സ്റ്റിന് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, അപ്പൊ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ത്രൂ ആയിട്ടൊരു കളർ കൊടുത്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഏത് കളറാണ് വേണ്ടത് അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാനും അതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ടെക്സ്റ്റിന്റെ സ്റ്റൈൽ ഇപ്പോൾ ഇറ്റാലിക് ബോൾഡ് അങ്ങനെ മാറ്റണം, അങ്ങനെ സെൻട്രൽ അല്ലെ അലൈൻമെന്റ് മാറ്റണം ആ ഒരു രൂപത്തിൽ. പിന്നെ എന്താ പറയാ, ആ ഒരു സൈസ് ലെറ്റർ സ്പേസിങ്, ഇപ്പോൾ ലെറ്ററിന്റെ ഇടയിലുള്ള സ്പേസിങ് കൂട്ടണമെന്നുണ്ടാവും, ഓരോ ഇതുകൾ കൂടുന്നതും കുറയണതും. ആ ഒരു ഞാൻ ലൈനിന്റെ അതിപ്പോ മൾട്ടിപ്പിൾ ലൈൻ ഉണ്ട്. ഇപ്പൊ ഞാനൊരു സംഭവം എക്സാമ്പിൾ കാണിച്ചത്, ഇതിപ്പോ 2 ലൈൻ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ സപ്പോസ് നമുക്ക് തോന്നുകയാണ് ഈ ഒരു ലൈനിന്റെ ഇടയിലുള്ള സ്പേസ് കൂട്ടണം, അപ്പൊ അത് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടോ, ലൈൻ സ്പേസ് അല്ലെങ്കിൽ ലൈൻ ഹൈറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പൊ ഒരു ഫ്രെയിമിനെ ഒരു ഇതാക്കിയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, പക്ഷെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്താൽ തന്നെ നല്ലൊരു വൃത്തിക്ക് ഇതായിട്ട് വരും. ഫസ്റ്റ് ഒക്കെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് ഇടുക, നമുക്ക് അതില് ഇത് വേണമെന്ന് മാത്രം. എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ കുറെ ആളുകൾ മറ്റുള്ള ആളുകളൊക്കെ ചെയ്തിട്ട് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എങ്ങനെ ചെയ്യുന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ ഇനിയിപ്പോ വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്ന് മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഓരോ സ്ഥലത്തും ഈ എഡിറ്റ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകൾ ഇതായിട്ട് വരുന്നുണ്ട്. 1000 റുപ്യ 700 റുപ്യ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റീല് എഡിറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മള് ചിലപ്പോൾ നമ്മൾ എടുത്തു കൊടുക്കേണ്ടി വരും. പല സ്ഥലത്തും പല ആളുകളും പല രൂപത്തിലാണ്. ഒരു നല്ല രൂപത്തിൽ ക്യാമറ മൊബൈൽ ഇത് പിടിക്കുക, അതായത് ഷെയ്ക്കിങ്ങും കാര്യങ്ങളും ഇതൊന്നും ഇല്ലാണ്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനുള്ള. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് വരിക, എഡിറ്റ് ചെയ്യുക, ഇത്ര തന്നെയുള്ളൂ. പിന്നെ ബാക്കി പോസ്റ്റ് ചെയ്യാം. ഇപ്പോ ഇതിലെന്തെങ്കിലും ഇതുണ്ടോ, ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ നാളെ ഒരു കുറച്ച് വീഡിയോസ് ചെയ്യും, അപ്പോൾ ആ വീഡിയോ ചെയ്യാനുള്ള മടിയും പോവും, പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇതാവും ചെയ്യും, അത് പോസ്റ്റ് ചെയ്യാം. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടത് നോക്കാം. ഏ ഞാനിപ്പോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടത് ആപ്പ്. ആ ആ ഇത് മൊബൈൽ മാത്രം ലാപ്ടോപ്പിൽ ഉപയോഗിക്കാൻ പറ്റും ഇത്? ഇതോ VN-ഓ? VN ലാപ്പില് ലാപ്പിൽ അതിന്റെ ആപ്ലിക്കേഷൻ ഇല്ല. ലാപ്പിൽ പിന്നെ വേറെ ആപ്ലിക്കേഷൻ വരുന്നത്, പക്ഷെ ഇത് പെയ്ഡ് ആണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഇത് പെയ്ഡ് ആണ്. ഒരു വർഷത്തേക്കൊരു 6000 റുപ്യോളം കൊടുക്കണം. ഈ ഒരു മൊവാവി വീഡിയോ സ്യൂട്ട് പറഞ്ഞിട്ട് സംഭവമാണ്. പിന്നെ ഫ്രീ ആയിട്ടുള്ളത് ഡെസ്ക്ടോപ്പിൽ ഇപ്പോൾ ലാപ്ടോപ്പിൽ ഉപയോഗിക്കാൻ പറ്റിയത് ഇല്ല. ഒക്കെ ഫ്രീ ഉണ്ടായില്ല, പക്ഷെ അത് നമ്മള് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ അതിന്റെ ഔട്ട്പുട്ട് ഇതിപ്പോ സംഭവം നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്ത് ഇതാക്കിയതാണല്ലോ. ഇപ്പൊ ഈ ഒരു വീഡിയോ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ കുറെ മാറ്റങ്ങൾ ഇപ്പൊ നമ്മൾ വരുത്തി, പക്ഷെ ഇത് സേവ് ചെയ്തിട്ടില്ല. നമ്മള് സ്ക്രീന് കാണിച്ചു തരാം. ഇപ്പൊ ഇത് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ കുറെ നമ്പർ കൊടുത്തു, പിന്നെ എന്താണ് നമ്പർ കൊടുത്തു, നമ്മള് ആവശ്യമില്ലാത്തതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് എന്ത് ചെയ്യണം, നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കണം. അതായത് ചെയ്ത വീഡിയോ ഇതാക്കിയിട്ട് കിട്ടണം. അപ്പൊ അതിന് എന്ത് ചെയ്യണം, ഇവിടെ ഇപ്പൊ ടോപ്പ് കോർണറിൽ കണ്ടോ, ഇതായിട്ട് കാണാനല്ല, ഇതിൽ വന്നിട്ടില്ലല്ലോ. ഹലോ
ഒക്കെ ആക്കാം. ആ ഓക്കെ. ഈ ഒരു ഇപ്പൊ ഇത് നമ്മൾ ചെയ്തു വെച്ച വീഡിയോ, ഇതിന്റെ മുകളിൽ ഏറ്റവും ടോപ്പ് കോർണറിലുണ്ട് ഒരു നീല ബട്ടൺ കാണുന്നത്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കണം. ഇതിപ്പോ നമ്മൾ ചെയ്തതാണ്, ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു സേവ് ഇതായി കൊടുക്കും. സേവ് അല്ല, ഈ ഡൗൺലോഡ് ഉള്ള ബട്ടൺ പോലുള്ള ഒരു, പലതിലും പല രൂപത്തിലേക്ക്, ചിലതിൽ സേവ് ഇതായിരിക്കും. ഇതിൽ സേവ് എന്ന് ഇതായി കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇതിൽ സേവ് ചെയ്തിടുക എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഇതിൽ സേവ് ചെയ്തിട്ടുകൊണ്ട് കാര്യമില്ല, ഈ നമുക്ക് വീഡിയോ കിട്ടൂല. ഈ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കൊടുക്കുക. അപ്പോൾ സോറി, ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണിക്കും. ഇപ്പോൾ റെസൊല്യൂഷൻ, അതിന് എത്ര ക്വാളിറ്റി ഉള്ളത് വേണം. ഈ ഒരു റെസൊല്യൂഷൻ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി, അതായത് നമ്മൾ എടുത്ത ഒരു ക്വാളിറ്റി തന്നെ ഇതായി കിട്ടും. ഇപ്പോൾ 180p എന്നുള്ളൊരു ക്വാളിറ്റി ഉണ്ട്, 2.7K, പക്ഷേ 4K കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ ആയിരിക്കും. അതിന്റെ ഫ്രെയിം പെർ സെക്കൻഡ് ആണ് FPS എന്ന് ഉദ്ദേശിക്കുന്നത്. അത് 30 ആണ് ഒരു നോർമൽ അല്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക, നമ്മൾ ഇത് എടുക്കുമ്പോഴും ഒക്കെ ആയിട്ട്. അത് ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആണ് ഈ ഒരു ചെയ്ത വീഡിയോസ് നമുക്ക് അതിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള വീഡിയോ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇതിൽ കണ്ടോ, അപ്പൊ അതിന്റെ പ്രോഗ്രസ് കാണിക്കും, എത്ര പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ. അപ്പൊ അത് ഫുൾ ആകുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ എക്സിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവില്ല. നമ്മൾ ഇത് എന്തെങ്കിലും വേറെ അപ്ലിക്കേഷൻസ് പോയി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവില്ല. 100% ഇതാവണം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്യാം. ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ, നമ്മൾ ചെയ്ത ഒരു വീഡിയോ ഫസ്റ്റ് കിടക്കണം. ഈ രൂപത്തിലായിരിക്കും കണ്ടോ, ഈ ഒരു വിക്ടസ് എന്നുള്ള ഒരു സംഭവം. അതായത് അതിന്റെ ആ ഒരു ഫസ്റ്റ് വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ ഒരു കവർ ഇമേജ് എന്നുള്ള രൂപത്തിലായിരിക്കും. പിന്നെ അത് കാണൂല. ഞാൻ ചെയ്ത് വെച്ച എല്ലാ സംഭവങ്ങളും, നമ്പർ, പിന്നെ ലോഗോ, പിന്നെ എന്തൊക്കെ കുറെ സംഭവങ്ങൾ. ഞാൻ അതിന്റെ വോയിസ് ഞാൻ കളഞ്ഞിരുന്നു, ഞാൻ സംസാരിക്കുന്ന വോയിസ്. പിന്നെ ഒരു സൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവത്തൊക്കെ. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം വന്നു. ഇത് നമുക്ക് പിന്നെ റീലായിട്ട്, വീഡിയോ ആയിട്ട് നമുക്ക് എവിടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇനി അല്ല സ്റ്റാറ്റസിലോ ഇതൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ കണ്ടന്റ് ചെയ്യാനുള്ളൊരു സംഭവം ഇതായി. ഇത്രയാണ് ഇതില് വീഡിയോന്റെ ഇതിൽ ഇതായിട്ട് വരുള്ളൂ. പിന്നെ സിസ്റ്റത്തിൽ ചെയ്യുന്നതാണ്. പക്ഷെ ഈ ഒരു സംഭവം ഞാൻ ഇപ്പൊ ഇതില് കാണിച്ചു തന്നിട്ട് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. ഇതിന് ഫ്രീ ആയിട്ടുള്ള സംഭവം ചെയ്യുമ്പോൾ എന്താ വെച്ചാല്, ഈ ഡെസ്ക്ടോപ്പിൽ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മള് ഇതിലൊന്നും നമുക്ക് വാട്ടർമാർക്ക് എന്നുള്ള സംഭവം വരുന്നില്ല. ഇപ്പൊ VNന്റെ ഒരു ലോഗോയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ ഡെസ്ക്ടോപ്പിൽ ചെയ്യുന്ന ഫ്രീ ആയിട്ട് ചെയ്യുന്നതിലൊക്കെ എന്ത് വരും വെച്ചാല് അവരുടെ ഒരു ലോഗോ കൂടി കയറി വരും. പെയ്ഡ് ആകുമ്പോൾ അതിലുണ്ടാവില്ല. ഞാനിപ്പോ ഒരു സംഭവം ഞാൻ ചെയ്ത് കാണിച്ചു. ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചതാണ്. ഫോണിലെടുത്ത് അതിന്റെ ഇത് ചെയ്ത് വെച്ചതാണ്. ഇവിടെ അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടും അത് ചെയ്തിട്ടും അതൊക്കെ ആയിട്ട് നമുക്ക് ഇതാണ്. അപ്പൊ അതിന്റെ ടൈം ലൈൻ ഇതായിട്ട് വരിക വർക്കിങ്ങിന്റെ. ഇതില് നമുക്ക് ഈ രൂപത്തിൽ കട്ട് ചെയ്യാനും പിന്നെ അതിൽ ഓരോന്ന് ആഡ് ചെയ്യാനും ഇതൊക്കെ ആയിട്ട്. ഇതൊരു ഇപ്പൊ ഈ വന്നൊരു ബാനർ, ഇതൊരു ഇമേജ് ആണ്. ഞാൻ വേറെ
മറ്റേ ഫോട്ടോഷോപ്പിൽ ചെയ്തിട്ട് കൊടുത്തിടുന്നതാണ്. പിന്നെ അത് നമ്മൾ വെക്കുന്നതിനനുസരിച്ചിട്ട് അതിന്റെ കോലം മാറി സൈസ് മാറിയിട്ട് ഇത് വരുന്നുള്ള. ശരിക്കും ഇതിലുള്ളൊരു വീഡിയോ എഡിറ്റിംഗ് ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ലോങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഫസ്റ്റ് ഇതിൽ ചെയ്യുക, പിന്നെ ഡെസ്ക്ടോപ്പിൽ ചെയ്യേണ്ട വെച്ചാൽ അത്രയും ലോങ് വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ ഇതിലും ലോങ് വീഡിയോസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതുള്ളൂ. അത്ര ആ ഒരു ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് കളയണം എന്നൊരു ഇതേ വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കൂടുതൽ സമയം എടുത്തിട്ട് പറയുന്ന അല്ലെങ്കിൽ ലാഗിങ് വരുന്ന സംഭവങ്ങളൊക്കെ ഡെസ്ക്ടോപ്പ് ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഹാൻഡി ഇതായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്ന് മാത്രം. റീൽസിനും ഇതിനൊക്കെ കാര്യങ്ങളൊക്കെ ഫോട്ടോഷോപ്പിലാണോ ചെയ്യുന്നത്? പോസ്റ്ററോ അത് ഈ കുറെ പിക്ചർ പോലത്തെ കാണുന്നില്ലേ, അതെല്ലാം ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇതിലിപ്പോ ഈ സംഭവമൊക്കെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ചെയ്താണ്. നേരത്തെ കണ്ട വീഡിയോ ഞാൻ കാണിച്ചു തരാം. നേരത്തെ നിങ്ങൾ ചോദിച്ച വീഡിയോ ഏത് ഫോട്ടോഷോപ്പ് പെയ്ഡ് ആണ്. പിന്നെ പെയ്ഡ് അല്ലാതെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ചില ക്രാക്ക് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലെങ്കിൽ കുറച്ച് പഴയ ഇതൊക്കെ ആയിട്ടുള്ള. ഞാൻ പിന്നെ എന്റെ സിസ്റ്റം വാങ്ങുന്ന സമയത്ത് ഞാൻ അവരെ കൊണ്ട് ചെയ്യിച്ചായിരുന്നു. ഡൗൺലോഡ് ചെയ്തൊക്കെ ഇതാക്കുമ്പോ നമുക്ക് അതിൽ വൈറസും കാര്യങ്ങളും അത് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഇവർക്ക് എന്ന് വെച്ചാൽ ഈ സിസ്റ്റം ഇപ്പൊ നമ്മള് കമ്പ്യൂട്ടർ ഷോപ്പിൽ അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങുന്ന വെച്ചാൽ അവരെടുത്ത് കുറെ സോഫ്റ്റ്വെയർ ഉണ്ടാവും. അതായത് മൾട്ടിപ്പിൾ ലൈസൻസ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒറ്റ ലൈസൻസ് വാങ്ങുകയാണെങ്കിൽ ഒരു 20,000 25,000 അങ്ങനത്തൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. പക്ഷെ അവരെന്ത് ചോദിച്ചാല് ഒരു 100 പേർക്കുള്ള 200 പേർക്കുള്ള ഒന്നിച്ചുള്ള ലൈസൻസ് വാങ്ങും. അപ്പൊ അവർക്ക് ഒരാൾക്ക് ചിലപ്പോൾ ഒരു 1000 റുപ്യ അല്ലെങ്കിൽ 1500 അങ്ങനെയൊക്കെ വരുന്നുണ്ടാവുക. പക്ഷെ അത് നമ്മൾ ആ ലാപ്ടോപ്പിന്റെ പ്രൈസിൽ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് കിട്ടുമ്പോൾ എന്താണ് ഒറിജിനൽ സാധനമായിരിക്കും. അപ്പോ കമ്പ്യൂട്ടർ ഷോപ്പ് ഒന്ന് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മള് MS ഓഫീസ് ഒക്കെ കമ്പ്യൂട്ടർ ഷോപ്പ് ഒന്ന് ചെയ്യുമല്ലോ, അവര് ഒറിജിനൽ സാധനം ധരിച്ചു. പക്ഷെ നമ്മളത് ഓൺലൈൻ വാങ്ങുമ്പോൾ 5000 റുപ്യ എന്തൊക്കെ വരുന്നുണ്ട് തോന്നുന്നുണ്ട് MS ഓഫീസ് ഒക്കെ വെക്കണമെങ്കിൽ. അപ്പോ അങ്ങനെയും ചെയ്യാം. ഇത് കണ്ടോ, ഇതിപ്പോ ഞാന് നേരത്തെ കണ്ട വീഡിയോ അതില് വന്നിട്ടുള്ളത് ഈ ഒരു ബാനർ. ഇതിപ്പോ ഞാൻ ഫോട്ടോഷോപ്പിൽ ചെയ്ത സംഭവമാണ്. അത് ഇതിലേക്ക് എത്തുമ്പോൾ എന്താണ് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 2 താഴെയും മുകളിലും ആക്കിയിട്ട് കൊടുക്കുന്നതുമാണ്. നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യണം എന്നില്ല. അപ്പോ ഇംഗ്ലീഷ് സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻവയിൽ ചെയ്യാം. മലയാളം ആകുമ്പോൾ പിന്നെ വേറൊരു ആപ്പ് ഇതുണ്ട്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഞാൻ അധികം ഇതിൽ ചെയ്യുന്ന കാരണം മൊബൈലിൽ സംഭവം ചെയ്തിട്ടില്ല. ഒരു ആപ്പ് ഉണ്ട്, മുന്നേ ഞാൻ ചെയ്തിരുന്നു. എന്താ അതിന്റെ പേര് ഞാൻ നാളെ നോക്കിയിട്ട് പറഞ്ഞുതരാം. മലയാളം ടെക്സ്റ്റ് അല്ല വരുന്നത്, ഇതുപോലൊരു പിക്ചറായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതൊരു എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇതൊരു ഇമേജ് ആണ്. പിന്നെ അത് ഇവിടെ എത്തുമ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് കളഞ്ഞ് ഇതാക്കി എടുത്താണ്. നമുക്കത് ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോ ഇതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നാളെ കുറച്ച് വീഡിയോസ് ചെയ്യും. നാളെ കുറച്ച് ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും സെറ്റിങ്സ് ഒന്ന് ഇതാക്കിയിട്ട് ഒരു പിന്നെന്താ പറയാ 4-5 വീഡിയോസ് ചെയ്യും. നിങ്ങൾക്ക് ഫേസ് വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. എല്ലാം മടിയാണ് അല്ലെങ്കിൽ ക്യാമറ ഷൈ ആണെന്നുണ്ടെങ്കിൽ ഫേസ് ഇല്ലാത്ത വീഡിയോസ് ചെയ്യും. നിങ്ങൾ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള
എന്നിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഫുള്ളി പെർഫെക്ഷന് വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. അപ്പോ മൈക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, നല്ല ക്ലിയർ ഓഡിയോ കിട്ടും. അല്ലാണ്ടെങ്കിൽ പിന്നെ മൈക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. മൈക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വയർലെസ് മൈക്ക് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നല്ല വയേർഡ് ആയിട്ടുള്ള മൈക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഇത് ഓക്കെയാണ്. ഈ മൊബൈലിൽ ഈ ഒരു ഇതില് ഫസ്റ്റ് ഒന്ന് വീഡിയോസ് ചെയ്ത് ഇതില് പോസ്റ്റ് ചെയ്തിട്ട് ഇത് വരും. നോക്കാം. അപ്പോ വേറെ ഒന്നുമില്ലല്ലോ. നമുക്ക് ഇല്ല. ഇന്നത്തെ ഇത് അവസാനിച്ച് നാളെ ഇതാ ചെയ്യാം. നാളെ വെള്ളിയാഴ്ച. നാളെ നമ്മളെ ഇത് വരുന്നത് ചൊവ്വ, ബുധൻ, വ്യാഴം, ശനി 4 ദിവസങ്ങളില് ഇതുവരെ ചെയ്തു തരുന്നത്. ഇപ്പൊ കുറച്ച് ചെറുതായിട്ട് ഞാൻ അതിൽ കണ്ടന്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോ ചിലപ്പം അടുത്ത ആഴ്ച മുതൽ നാളെ ഇനി ഇല്ല. നാളെ നിങ്ങൾ വീഡിയോസ് ഇതൊക്കെ ചെയ്യും. മറ്റന്നാള് നമുക്കിരിക്കാം. ശനിയാഴ്ച സംശയമാണ്, കല്യാണം. ഒരു ഏ, പരിപാടി 4-5 കല്യാണം ഉണ്ട്. 4 കല്യാണം. ഉം. അത് ശരി. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ആ, നോക്കാം, എന്താന്നില്ല. ഓക്കെ. അല്ലെങ്കില് ഇപ്പോ നിങ്ങൾക്കൊക്കെ ഈ ഒരു വൈകിട്ട് തന്നെയാണോ ഇത്? രാവിലെയൊക്കെ എങ്ങനെ ഫ്രീകളാണോ? രാവിലെ എനിക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. ചില ഞാൻ ഓഫീസിൽ തന്നെ ഉണ്ടാവില്ല. എങ്ങനെ? രാവിലെ ഓഫീസിൽ തന്നെ ഉണ്ടാവില്ല. രാവിലെ ഒരു 6:30 സമയത്ത് ഇപ്പോ അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഫ്രീ ആണോ? അല്ലെങ്കിൽ രാവിലെ തന്നെ തിരക്കായിരിക്കും. രാവിലെ തിരക്ക്, പിന്നെ 10 മണി സമയത്ത് പിന്നെ ഫ്രീ ആണ്. ഈ ടൈം ഓക്കെയാണ്. 8 മണി നല്ല സമയം തന്നെയാണ്. ഇപ്പം ഈ സാറ്റർഡേ ആണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ. കല്യാണത്തിന് ബാക്കിയെല്ലാം പ്രശ്നമൊന്നുമില്ല. ഇത് സമയം ഒക്കെയാണ്. ഓക്കെ. അപ്പോ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ഇതിൽ കാണാം. ഇത് ചെയ്യും, വീഡിയോസ് ചെയ്യും. ഒന്നും നോക്കണ്ട, വീഡിയോസ് ചെയ്യാം. ഓക്കെ ബൈ.